എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ബ്രെയിൻ ആൻഡ് നെർവ് രോഗങ്ങൾ, അതും ഡയറ്റും ആയിട്ടുള്ള കണക്ഷനാണ്. ആദ്യമായിട്ട് ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ ഈ ബ്രെയിനും നെർവും ഒരുമിച്ചാണല്ലോ എടുത്തേക്കുന്നത്. ഈ ബ്രെയിനും നെർവും തമ്മിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുമിച്ച് നമ്മൾ എടുക്കേണ്ടി വരിക? ഇപ്പം ബ്രെയിനിന്റെ നേഴ്സിന്റെയും കൂടെ പടം എടുത്ത് നോക്കിയാൽ നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള കണ്ടിന്യൂവേഷൻ ആണ്. അതായത് ബ്രെയിൻ ആണല്ലോ നമ്മുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ മെന്റൽ സ്റ്റാറ്റസ്, അല്ലെ നമ്മുടെ തോട്ട്, അല്ലെ നമ്മളൊരു സെൻസേഷൻ അറിയുന്നത്, ചൂട്, തണുപ്പ്, അല്ലെങ്കിൽ പെയിന്, ഇതൊക്കെ നമ്മൾ അറിയുന്നത് നമ്മൾ ആ ബ്രെയിനിൽ ചെന്ന് കഴിയുമ്പോഴാണ്. അതിൻ്റെ എല്ലാം നമ്മുടെ സ്കിന്നിന്റെ പുറം വരെയും സ്കിന്നേൽ വരെയും നമുക്ക് ആ നെർവ്സിന്റെ കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ സെൻസേഷൻ അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ കണ്ണ് കാണാൻ പറ്റുന്നത്, കാഴ്ച കാണുന്നത് നമ്മളുടെ ലൈറ്റ് നമ്മളുടെ ഈ കോർണിയക്കകത്തൂടെ വന്ന് നമ്മളുടെ റെറ്റിനയിൽ പതിഞ്ഞ് അത് പോകുന്നത് കൊണ്ടാണ്. ഈ സെൻസേഷനും നമ്മുടെ ആക്ടിവിറ്റിയും എന്തും, നമ്മുടെ ഒരു കൈ മടക്കോ നോർക്കോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്താണ്. അപ്പൊ ബ്രെയിനിൽ നിന്നുള്ള സെല്ലിന്റെ കണ്ടിന്യൂവേഷനാണ് നെർവായിട്ട് വരുന്നത്. നെർവ് എൻഡ് ചെയ്യുന്നത് മോട്ടോർ, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ളെങ്കിൽ അത് മസിലിൽ എൻഡ് ചെയ്യും. തിരിച്ചു പോകുന്ന സെൻസറി ആണെങ്കിൽ ഏത് സെൻസ് ഓർഗൻ ആണോ, സ്കിന്നാണ്, സ്കിന്നിൽ നിന്ന് അത് അവിടെയാണ് അതിന്റെ റിസപ്റ്റേഴ്സ് കിടക്കുന്നത്. അത് ഉള്ളിലേക്ക് പോകും. മൂക്കിൽ മണം അറിയുന്നതാണെങ്കിൽ മൂക്കിലാണ് അതിന്റെ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്. അവിടെ നിന്ന് അത് നെർവായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഈ 5 സെൻസ് ഓർഗൻസ്, ഓർ നമുക്ക് പറയാം പ്രൊപ്രിയോസെപ്റ്ററും കൂടെ കൂട്ടിയ 6 സെൻസ് ഓർഗൻസ് എന്ന് പറയാം. അത് നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷൻ, നമ്മൾ ജനിച്ചപ്പം മുതൽ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ അറിവ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് നമ്മളുടെ ബുദ്ധി, ഇന്റലിജൻസ് ഒക്കെ അതിന് റിലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബ്രെയിനും നെർവ്സും ഒരുപോലെ ഒരേ മെറ്റീരിയൽ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരേ തരം സെല്ലുകൾ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നത് സെല്ല് വെച്ചാണ്. ബ്രെയിനിന്റെയും നെർവിന്റെയും സെല്ലും കോമൺ നേച്ചറാണ് അതിന്. നെർവ് സെൽസ് ഉണ്ട്, അതിന് കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്ലയൽ സെൽസ് ഉണ്ട്. അത് ബ്രെയിനിലാണേലും നെർവ്സിലാണേലും നെർവ്സിന്റെ അത് അതിൻ്റെതായ രീതിയിലായിരിക്കും അതിന്റെ ഘടനയാണ് ചെയ്യുന്നത്. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഈ തലച്ചോറിന്റെ കാര്യം പറയുമ്പോഴും ഞരമ്പിന്റെ കാര്യം പറയുമ്പോഴും സാധാരണ വരുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേദന അനുഭവിക്കുന്ന ഒരു രീതി ഇല്ല എന്നാണ്. അതേസമയം ഈ പലപ്പോഴും ഈ തലവേദന എന്നുള്ള ഒരു ഇഷ്യൂ ആണ് പലർക്കും ഉള്ളത്. അപ്പൊ ഈ തലവേദന വരികയും അതേസമയം ബ്രെയിനിന്റെ അല്ലെങ്കിൽ നെർവിന്റെ കാര്യമാണെങ്കിൽ ഒരു വേദന അനുഭവിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നെർവിന്റെ കൊണ്ട് വേദന അനുഭവിക്കില്ല എന്നില്ല. ശരിക്കും വേദനയുടെ കാരണം തന്നെ നെർവ്സാണ്. ഈ നെർവ് എൻഡിങ്ങിലാണല്ലോ പ്രഷറും പെയിനും സെൻസേഷനും എല്ലാം നെർവ്സിലാണ്. പക്ഷെ അത് നെർവ് അങ്ങ് ഡാമേജ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദന അറിയില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും വേദന അറിയാതാകുന്ന, ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റ്, പെരിഫറൽ ന്യൂറോപ്പതി, അവരുടെ ഗ്ലൗ ആൻഡ് സ്റ്റോക്ക് ന്യൂറോപ്പതി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ നെർവ് എൻഡിങ്, അതായത് കയ്യിലെ ഏറ്റവും ലോങ് ആയിട്ടുള്ള നെർവ്സ് ആണ് കയ്യിലും കാലിലും ഒക്കെ എൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഡാമേജ് വരുമ്പോൾ ഏറ്റവും ടിപ്പിൽ നിന്നായിരിക്കും അത് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സെൻസേഷൻ പോവുക ചെയ്യുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ. പക്ഷെ ആദ്യം സെൻസേഷൻ പോവുകയാണെന്ന് നിർബന്ധമില്ല. ആദ്യം പലപ്പോഴും പെരുപ്പ് അല്ലെങ്കിൽ പുകച്ചിലൊക്കെ ആയിരിക്കും തോന്നുന്നത്. അത് ഓരോ സ്റ്റേജ് ഓഫ് ഡാമേജിന്റെ, കംപ്ലീറ്റ്ലി ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൻസേഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്തോരം പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത്. ഇപ്പം ന്യൂറോളജിക്കൽ പെയിനിന് പലതരം പെയിൻ കില്ലേഴ്സ്, പലപ്പോഴും ന്യൂറോളജിക്കൽ പെയിനിന് കൊടുക്കുന്ന സൈക്യാട്രിക് മെഡിസിൻസ് ആണ്. അപ്പം തലയ്ക്ക് ഇപ്പം ഈവൻ നമ്മളുടെ തലവേദന എന്ന് പറയുന്നത് തലയ്ക്കകത്ത് ഒരു തരം നീർക്കെട്ടോ ബുദ്ധിമുട്ടോ വരുമ്പോൾ
നമ്മളുടെ ആ നെർവ് എൻഡിങ്സിൽ അവിടുത്തെ സെൻസറി പെയിൻ സെൻസേഷന് ഉള്ള നെർവ് എൻഡിങ്സിൽ വരുന്ന ഡിസ്കംഫോർട്ട് ഉണ്ടാകും. ഈ സെൻസറി സെൻസേഷൻ ഇല്ലെന്നും ആകാം, അതുപോലെ തന്നെ വേദന വരികയും ചെയ്യാം. അത് ഏത് രീതിയിലാണ് കംപ്ലീറ്റ് ഡാമേജ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദന അറിയില്ല. ഇപ്പം നമ്മള് നമുക്ക് കാണുന്നല്ലോ, ഇപ്പം ഒരാൾക്ക് സ്ട്രോക്ക് ഒക്കെ പോലെ വരുവാണെങ്കിൽ ചിലപ്പം ഒരു ഭയങ്കര വയലന്റ് ആകുകയും ഭയങ്കര ഇങ്ങനെ ഇതൊക്കെ വരും, കൺവൽഷൻസും ഒക്കെ വരും. പക്ഷെ കംപ്ലീറ്റ്ലി ഡാമേജ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതെ കിടക്കത്തേ ഉള്ളൂ, കൈ പൊക്കാനോ ഒന്നും പറ്റൂല. അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥമായിരിക്കും. അത് ആ ബ്രെയിനിൽ വരുന്ന അസ്വസ്ഥത കൊണ്ട് അസ്വസ്ഥതയും വരാം. ടോട്ടലി ഇത് വന്നു കഴിയുമ്പോഴാണ് ലോസ് ഓഫ് ഫങ്ഷൻ. അനങ്ങാതെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൻസേഷൻ അറിയല്, മോട്ടോർ 2-3 തരം ഫങ്ഷൻസ് ആണ്. ഒന്ന് മോട്ടോർ ഉണ്ട്, അത് നമ്മുടെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന. സെൻസറി ഉണ്ട്, നമ്മൾ സെൻസേഷൻ അറിയുന്നത്. പിന്നെ ഉള്ളത് ഓട്ടോണോമിക് നെർവ് സിസ്റ്റം. അത് നമ്മുടെ കൺട്രോളിലല്ല, അത് നമ്മുടെ ഹാർട്ട് ബീറ്റ്, ശ്വാസോച്ഛ്വാസം, ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്റ്റൈന് തന്നെ ഒരു എൻഡറിക് നെർവ് സിസ്റ്റം അതിൻ്റെതായിട്ട് തന്നെയുണ്ട്. അപ്പൊ അതിലൊക്കെ ഓരോന്നിനും വരുന്ന ഡാമേജ് അനുസരിച്ചാ വേദന. ഡെഫിനറ്റ്ലി വേദനയും ഒരു ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷന്റെ പാർട്ടായിട്ട് വേണം നമ്മൾ വേദന കാണാനും. ഈ ബ്രെയിനും നെർവ്സുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു അസുഖമാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത് മൾട്ടിപ്പിൾ സ്ലീറോസിസ്. ഈ മൾട്ടിപ്പിൾ സ്ലീറോസിസിനെ പറ്റി ഒന്ന് കൂടുതൽ പറയാം. ഈ മൾട്ടിപ്പിൾ സ്ലീറോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവ്സിന്റെ ഏതെങ്കിലും ഭാഗങ്ങളായിരിക്കും, ഏതെങ്കിലും ഭാഗത്ത് നെർവുകൾക്ക് വരുന്ന ഡാമേജാ. എല്ലാ നെർവിനും ഒന്നിച്ചു വരണമെന്നില്ല. ഇപ്പൊ നമുക്കറിയാം സ്കിന്നില് അസുഖം വരുമ്പം ഹോൾ സ്കിൻ ഒന്നിച്ചല്ലല്ലോ. ഇപ്പൊ കയ്യിലെ ആയിരിക്കും, ചിലപ്പോൾ കാലിലെ ആയിരിക്കും, ചിലപ്പോൾ മുഖത്തായിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും വരുന്നത്. അതുപോലെ നെർവ്സിന് ഡാമേജ് വരുമ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും വരുന്നത്. അപ്പം ചിലപ്പം സംസാരത്തിനായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ഒരു ഭാഗത്ത് തളർച്ചയായിരിക്കും തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് സെൻസറി കുറവായിരിക്കും തോന്നുന്നത്. ചിലപ്പോൾ ഈവൻ സൈക്കോളജിക്കൽ ഒരു ബിഹേവിയറൽ അബ്നോർമാലിറ്റി ആയിട്ട് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് വരാം. അപ്പൊ അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഇതൊരു ഓട്ടോഇമ്യൂൺ പ്രോബ്ലം ആണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മളുടെ നെർവ് സെൽസിനേക്കാളും കൂടുതൽ നെർവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കുറേ സെല്ലുകളുണ്ട്. അതായത് നമ്മളുടെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അതിന് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ ഒരു പരിധി വരെ ഡയറക്റ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ പ്രൊട്ടക്റ്റീവ് സെൽസ് ഉണ്ട്. നമ്മളിപ്പം നെർവ് സിസ്റ്റത്തിൽ ഓൾമോസ്റ്റ് 80% ഓഫ് ദി സെല്ലും ഈ പ്രൊട്ടക്റ്റീവ് സെൽസ്, അതിന് ഗ്ലയൽ സെൽസ് എന്ന് പറയും. ന്യൂറോൺസ് എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മൾ ഈ അവരാണ് ശരിക്കും ഫങ്ഷണലി ആക്റ്റീവ് നെർവ് സെൽസ് എന്ന് പറയുന്നത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗ്ലയൽ സെൽസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്ലയൽ സെൽസ് ഉണ്ട്. അത് ഓരോ സ്ഥലത്തും അനുസരിച്ച് അതിന് പലതരം ഫങ്ഷൻസ് ആയിരിക്കും. അതിനായിരിക്കും മിക്കവാറും ആദ്യം ഡാമേജ് വരുന്നത്. അപ്പൊ ഈ ഗ്ലയൽ സെൽസ് ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഫങ്ഷൻ പോകും. അപ്പൊ ഈ ഗ്ലയൽ സെല്ല് ഡാമേജ് ആകുമ്പോൾ തന്നെ സിംറ്റംസ് തുടങ്ങും. അപ്പൊ അവിടെ വെച്ച് നമ്മൾ ആ ഡിസീസിന് പ്രോഗ്രസ് തടയാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് ഡാമേജിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. ഈവൻ നമുക്കറിയാം ഈ സ്ട്രോക്ക്, അതായത് നമ്മൾ ബ്രെയിൻ അറ്റാക്ക് ഒക്കെ വന്ന സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ റിവൈവ് ചെയ്യുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ റിയൽ നെർവ് സെൽസിന് ഡാമേജ് വരാതെ അത് കംപ്ലീറ്റ് വന്നിട്ടില്ല, അവിടെ ഗ്ലയൽ സെൽസിനൊക്കെ ഡാമേജ് വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്കത് റിക്കവറിക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം എന്തിൽ വന്നു കഴിഞ്ഞാലും, അപ്പൊ ഒരു മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആണ്, ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണ്, പലപ്പോഴും അത് വരുന്നത് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അതും ആ വൈറസ് നമ്മളുടെ ബോഡി, വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബോഡീസ് ഒക്കെ ഉണ്ടാകുമല്ലോ. ആ ആന്റിബോഡി ചിലപ്പോൾ നമ്മളുടെ ഈ നെർവ് സെല്ലുമായിട്ട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാതെ വരും. ഈ സെല്ലിന്, നമ്മളുടെ ഇമ്മ്യൂൺ സെല്ലിന് ഇത് വൈറസ് ബാധിച്ച സെല്ലിനെ അവര് അബ്നോർമലായിട്ട് കാണും. അപ്പൊ ഈ ഗ്ലയൽ സെൽസിനകത്ത് ഈ വൈറസും എല്ലാം കയറിയിട്ടുണ്ട്, അതിനെ അവർ നശിപ്പിക്കാൻ നോക്കും.
അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസും ഈ അത് എന്താണ് എക്സാക്ട്ലി നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ബേസിക്കലി ഇതാണ് സംഭവിക്കുന്നത്. ഈ ഗ്ലയൽ സെൽസിനകത്ത് ഈ വൈറസ് ചെല്ലും. ഈ വൈറസ് അപ്പം അതോടുകൂടി ഗ്ലയൽ സെല്ലിനെ നമ്മുടെ ബോഡി അതിന് ഫോറിനായിട്ട് കാണും, അതിനെ നശിപ്പിച്ചു കളയണം. അപ്പൊ അതിനെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഗ്ലയൽ സെൽസ് നശിക്കുമ്പോഴേക്കും നമ്മുടെ ഈ നെർവ് കണ്ടക്ഷൻ പ്രോബ്ലംസ് വരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ അതിലേക്ക് പോകുന്നത്. അപ്പം വൈറസ് മാത്രമാവണമെന്നില്ല, പിന്നെ ചില ഫുഡ് നമുക്ക് പറ്റാത്തതുണ്ടാവും. അതിന്റെ ഒപ്പം, അതായത് ഒരു പരിധി വരെ നമ്മുടെ ബോഡി ഇങ്ങനെ നമുക്ക് പറ്റാത്ത ഫുഡും അലർജിക്ക് ആയിട്ടുള്ളതും നമ്മളിപ്പം ഒത്തിരി ടോക്സിൻസ് എല്ലാം എയറിലും എല്ലാം ഉണ്ടല്ലോ, അതുമൊക്കെ ആയിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു വൈറൽ ഇൻഫെക്ഷൻ കൂടെ വരുന്നത്. അപ്പം കംപ്ലീറ്റ്ലി ഡിസോർഡർ ആയി പോകും. അങ്ങനെ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുന്നത്. നമ്മൾ എന്തെങ്കിലും മാനസിക സ്ട്രെസ് വന്നാലും മതി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് സ്ട്രെസ്സാണ്, നമ്മുടെ ഹോർമോൺ എല്ലാം തെറ്റും. അപ്പൊ ആ ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷൻസ് തെറ്റുന്നതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമോ, അല്ലെ വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓട്ടോഇമ്യൂൺ ഡിസീസ്, അത് ന്യൂറോളജിക്കൽ നെർവ് സിസ്റ്റത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഗിലൻ ബാരി സിൻഡ്രോം, അങ്ങനെ പല പേരുകളിൽ, അത് ഏത് രീതിയിലാണ് മാനിഫെസ്റ്റേഷൻ അനുസരിച്ച് പേര് മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ബ്രെയിനും നെർവിന്റെയും പ്രോബ്ലം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നോട്ടത്തിൽ അല്ലെങ്കിൽ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ മൂവ്മെന്റ്, ഈ ഡിസോർഡേഴ്സ് പോലെയാണല്ലോ. അപ്പം ആ മൂവ്മെന്റ് ഡിസോർഡേഴ്സിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ബേസിക്കലി ഈ മൂവ്മെന്റ് ഡിസോർഡർ ആയിട്ട് മാറുന്ന പ്രവണതയുടെ കാര്യം? ഒരു മൂവ്മെന്റ് ഡിസോർഡർ വരുമ്പം നമ്മൾ ഈ മൾട്ടിപ്പിൾ ലെവലിൽ വരാതെ, അതായത് നമ്മളുടെ ഒരു മൂവ്മെന്റ് വരണമെന്നുണ്ട്, നമുക്ക് കൈ പൊക്കണം എന്ന് വെക്കുവാണ്, നമ്മൾ മനസ്സിൽ നമ്മൾ കൈ പൊക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു വേദന എടുത്തു, നമ്മൾ പെട്ടെന്നൊരു പ്രിക്കിംഗ് പെയിൻ വന്നു, നമ്മൾ പെട്ടെന്ന് കൈ വിത്ഡ്രോ ചെയ്യുന്നു. അതിന് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് അവിടെ നിന്ന് മെസ്സേജ്, നമുക്കൊരു ഫീലിംഗ് ഓഫ് ഇത് വരുന്നു, അതിനൊപ്പം തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ട് അത് മാറ്റാനുള്ള നെർവ് ഇമ്പൾസസ് നമ്മുടെ കയ്യിലേക്ക് വരിക, ആ മസിലിലേക്ക് വരികയാണ് എന്നെ. മസിലിന് പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ അനക്കാൻ പറ്റൂല. അതിന് മുകളിലേക്കുള്ള നെർവിന് വന്നു കഴിഞ്ഞാൽ അനക്കാൻ പറ്റൂല. ഈ നെർവ് നമ്മൾ സ്പൈനൽ കോഡിൽ ചെല്ലും. ഒരു നെർവ് ഈ കയ്യിൽ നിന്ന് വരുന്ന ഒരു നെർവ് ആണെങ്കിൽ, അല്ലെങ്കിൽ മസിലിന് കൊടുക്കുന്ന നെർവ് ആണെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡ്, നമ്മുടെ നട്ടലിനകത്തൂടെയാണല്ലോ സ്പൈനൽ കോഡ് പോകുന്നത്, അവിടെ ചെല്ലും. അവിടെ നിന്ന് ചില ഇമ്പൾസസ് ഒക്കെ നേരെ പോകും, ചിലതൊക്കെ ക്രോസ് ചെയ്ത് മറ്റേ സൈഡിലേക്ക് പോയി എന്നിട്ട് നേരെ മുകളിൽ പോകും. എന്നിട്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയും, അവിടാണ് നമ്മളുടെ ഒരു മെയിൻ സ്ഥലം. ആ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് പിന്നെ മറ്റിടത്തേക്ക്, പിന്നെ ആയിരിക്കും മറ്റേ സൈഡിലേക്ക്. ഇപ്പൊ നമുക്ക് ഒരു സൈഡിൽ ഒരു ബ്രെയിനൊരു പ്രോബ്ലം വന്നാൽ സിംറ്റംസ് കാണിക്കുന്നത് മറ്റേ സൈഡിലായിരിക്കും. ബ്രെയിനിലെ കോർട്ടെക്സിൽ റൈറ്റ് സൈഡിൽ അറ്റാക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡായിരിക്കും തളർന്നു പോകുന്നത്. അപ്പൊ അതിനാണ് പല ലെവലിൽ വെച്ച് ക്രോസിങ് നടക്കാം. സ്പൈനൽ ലെവലിൽ വെച്ച് തന്നെ ക്രോസിങ് നടക്കാം, അല്ലെങ്കിൽ ചെല്ലുന്ന നമ്മുടെ ബ്രെയിൻ സ്റ്റെം താഴെ ചെല്ലും. അത് കഴിഞ്ഞാലും ഉണ്ട്, അവിടെ നിന്ന് നേരെ ബ്രെയിൻ കോർട്ടെക്സിലേക്ക് മാത്രമല്ല, നമുക്ക് ഉള്ളിൽ തന്നെ കുറെ തലാമസ് എന്നൊക്കെ പറഞ്ഞ് ഒരു കമ്മ്യൂണിക്കേഷൻ, അവിടെ തന്നെ വേറൊരു സ്ഥലമുണ്ട്. പിന്നെ ഈ സെറിബെല്ലം എന്ന് പറയും, അവിടെയാണ് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനും എല്ലാം വരുന്നത്. ഈ സെറിബെല്ലത്തിനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ എന്തെങ്ങനെ ബാലൻസിങ് പ്രോബ്ലം അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഏത് ബ്രെയിനിലെ ഏത് ഭാഗം, സെറിബ്രത്തിലാണോ സെറിബെല്ലത്തിലാണോ, സെറിബ്രത്തിന്റെ തന്നെ ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ തലാമസ്, ലിംബിക് സിസ്റ്റം, ഹൈപ്പോതലാമസ്, ഇങ്ങനെ കുറെ ഏരിയാസ് ഉണ്ട്. അവർക്കൊക്കെ വേറെ വേറെ ഫംഗ്ഷനും ഇവരെല്ലാം കൂടെ കൂടിയുമൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ എവിടെ പ്രോബ്ലം വന്നു എന്നനുസരിച്ച് രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാറുന്നു മാത്രം. പ്രോബ്ലം ശരിക്കും നെർവ്സിനാണ്. എവിടെ വന്നു എന്നനുസരിച്ച് നമ്മുടെ രോഗലക്ഷണം നമുക്ക് ബ്രെയിനിനെ ബ്രാക്കാസ്, സംസാരത്തിന്റെ സെൻട്രലിലാണ് വരുന്നതെങ്കിൽ സംസാരിക്കാനുള്ള ശേഷി പോകും. അത് ചിലപ്പോൾ എഴുതാനുള്ളതായിരിക്കും, ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളതായിരിക്കും, ചിലപ്പോൾ സംസാരിക്കാനുള്ള ശേഷിയായിരിക്കും. കണ്ണിന്റെ
സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവിടത്താണ് വരുന്നതെങ്കിൽ കാഴ്ചയ്ക്കായിരിക്കും പ്രശ്നം വരുന്നത്. അല്ലെ കണ്ണിന്റെ മസിലുണ്ട്, നമ്മളെ കണ്ണിനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന കുറച്ച് മസിലുണ്ട്, അതിനാണ് പ്രോബ്ലം വരുന്നതെങ്കിൽ അതിന് നമുക്ക് ഡബിൾ വിഷൻ, അതായത് കണ്ണ് അങ്ങോട്ട് നീങ്ങിയിരിക്കും, അല്ല നേരെ നോക്കും, പക്ഷെ ഒന്ന് കാണുന്നതിന് പകരം രണ്ടായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് വരാം. ഈ ഇങ്ങനെ ഈ തലച്ചോറിന്റെയും നെർവ്സിന്റെയും കാര്യങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു കേൾക്കുന്നത് ഈ സ്കാൻ, MRI സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ CT സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുക എന്നൊക്കെയാണ്. ശരിക്കും ഇങ്ങനത്തെ ടെസ്റ്റുകളുടെ പ്രസക്തി എന്താണ്? ബ്രെയിനകത്ത് നമ്മളിപ്പോൾ കയ്യിലൊരു വേദനയാണെങ്കിൽ നമുക്ക് കൈ കാണാം, അവിടെ ചുമന്നിരിപ്പുണ്ടോ, തടിച്ചിരിപ്പുണ്ടോ, മുറിഞ്ഞിട്ടുണ്ടോ, ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നേരെ കാണാൻ പറ്റും. പക്ഷെ ബ്രെയിനിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതിനകത്ത് ഇവൻ തൊട്ട് മറ്റാണെങ്കിൽ നമുക്ക് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വേദനയുണ്ടോ, ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ബ്രെയിനിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണിനകത്താണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു 40 years ബാക്കൊക്കെ നമുക്ക് ഒരു മാർഗവും ഇല്ലായിരുന്നു. അന്ന് ഞാനൊക്കെ MBBS തുടങ്ങുന്ന കാലത്ത് സ്കാനിങ് ഒന്നും ആയിട്ടില്ല. അപ്പം ഒന്നും അറിയാൻ പറ്റൂല, ആകെ ബ്രെയിൻ തുറക്കാനും പറ്റൂലല്ലോ. അങ്ങനെയൊന്നും തുറന്ന് ഇങ്ങനെ തലയോട്ടിയൊക്കെ അന്നൊന്നും ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഒന്നും ഇല്ല. അപ്പം നമ്മള് ബ്രെയിനിന് എന്തെങ്കിലും വന്നാൽ സ്വയം ഡെവലപ്പ് ചെയ്യണം, കാര്യമായിട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഒരു 40 years, ഒരു 35 years ഒക്കെ ആയിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമുക്ക് ആദ്യമായിട്ട് സ്കാൻ വരുന്നത്. ഐ തിങ്ക് ഇൻ 1980s 85 ആയിരിക്കും ആദ്യമായിട്ട് കേരളത്തിൽ ഒരു സ്കാനിങ് മെഷീൻ തന്നെ വരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ സ്കാനിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്ലോട്ട് വന്നിട്ട് രക്തോട്ടം നിന്നു പോയിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ മുഴകളുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്കാനിങ് നോക്കുന്നത്. ആദ്യകാലത്തൊക്കെ നമുക്ക് CT സ്കാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. CT സ്കാൻ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചില കാര്യങ്ങളൊക്കെ CT സ്കാനിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു ബ്രെയിനിന് രക്തക്കുഴൽ വല്ലതും പൊട്ടി ബ്ലീഡിങ് ഒക്കെ ഉണ്ടായതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. പിന്നെ ബ്ലോക്ക് ആണെങ്കിൽ അത് അറിയാനായിട്ട് കുറച്ചും കൂടെ സമയമെടുക്കും. ഒരു രക്തക്കുഴൽ ബ്ലോക്കായിട്ട് അത് പതുക്കെ കുറച്ചും കൂടെ അതിൻ്റെ ആ ലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിന് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള MRI പോലെയുള്ളതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് വന്നു, പെട്ടെന്ന് ചിലപ്പോൾ ആ ചേഞ്ചസ് മുഴുവൻ വരണമെന്നില്ല. ആക്സിഡന്റ് വന്നു ഉടനെ നമ്മൾ ബ്രെയിൻ MRI CT എടുക്കുമ്പം ചിലപ്പോൾ സിംറ്റംസ് അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ക്ലോട്ടോ ഒക്കെ അത്ര വന്നൊന്നുണ്ടാവില്ല. അത് ചിലപ്പം പതുക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പറയുന്ന റിപ്പോർട്ടായിരിക്കണം നാളെ സെയിം ആവണമെന്നില്ല, പ്രത്യേകിച്ച് ആക്സിഡന്റിന്റെ ഒക്കെ കാര്യത്തിൽ വരുന്നത്. അപ്പൊ ഏത് ടൈപ്പാണോ, യൂഷ്വലി MRI ഉണ്ട്, CT സ്കാൻ ഉണ്ട്, പിന്നെ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ട് എടുക്കുന്ന സ്കാനുകളുണ്ട്. അതൊക്കെ രക്തക്കുഴലിനൊക്കെ അകത്ത് അന്യൂറിസം ഉണ്ടോ അല്ലെ ബ്ലോക്ക് ഉണ്ടോ അങ്ങനത്തെയൊക്കെ അറിയാൻ ചില ഡൈ ഇഞ്ചെക്ട് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പൊ ഫങ്ഷണൽ സ്കാനുകളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് പല രീതിയിലുള്ള മോർ അഡ്വാൻസ്ഡ് സ്കാനിങ്ങുകളുണ്ട്. പിന്നെ ഈവൻ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള PET സ്കാൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മുടെ അതിന്റെ ഫങ്ഷനാണ് മെറ്റബോളിക് ആക്ടിവിറ്റി, മെറ്റബോളിക് സ്കാൻ എന്ന് പറയും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കാനുകൾ, അത് ആവശ്യമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ബ്രെയിനിന് അത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം വളരെ ഈസി ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഈ ബ്രെയിനും നെർവിന്റെയും ഒരു വിഷയം ഈ സെൻസറി പ്രോബ്ലംസ് ആണ്. നമുക്ക് ഈ ടച്ച് അറിയാതെ പോല്, ചെരുപ്പ് ഊരിപ്പോല്, പിന്നെ ചൂട് അറിയാതെ പോല്, അങ്ങനത്തെ ഉള്ള ഇഷ്യൂസ്. അതേസമയം ഈ സെയിം പ്രശ്നങ്ങൾ പലപ്പോഴും കൂടുതലും കേൾക്കുന്നത് ഈ ഡയബറ്റിസ് പോലെയുള്ള പ്രോബ്ലംസ് ഉള്ളവരുടെ കാര്യത്തിലാണ്. എന്താണ് ഇത് തമ്മിലുള്ള കണക്ഷൻ?
ഈ ഡയബറ്റിസ് ഹൈപ്പർ ഫൈനലി അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ രക്തക്കൊഴലുകളെയാണ്. കാരണം ഇപ്പം ഡയബറ്റിസ് എന്ന് പറയുമ്പം ഷുഗറാണ് അതിനകത്തെ പ്രോബ്ലം, അതായത് ഗ്ലൂക്കോസ് നമ്മളുടെ ബ്ലഡിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിൽ കൂടുതൽ. എന്ത് സാധനം നമ്മളുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിൽ കൂടുതലായാൽ അതൊരു വിഷമാണ്. അപ്പം ഡയബറ്റിക് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലൂക്കോസ് വിഷമാണ്. അപ്പൊ അതിങ്ങനെ കൂടുതൽ നിൽക്കുമ്പോൾ നമുക്ക് രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരും. ബ്രെയിനിലെയും നെർവ്സിന്റെയും ഒക്കെ ഫൈനും രക്തക്കൊഴലുകളിൽ നിന്നും വളരെ നേരിയതാണ്. മറ്റിടത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും കുറച്ചും കൂടെ ഒരു സ്ട്രോങ്ങർ. അപ്പം മസിലിനകത്തൊക്കെ ആണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഏരിയ കുറെ കൂടെ സ്ട്രോങ്ങറാണ്. പക്ഷെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ നമുക്കറിയാം മസില് മെയിൻലി പ്രോട്ടീനാണ്, അല്ലെ എല്ലിനകമൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ്ങറാണ് ഇതുണ്ട്. പക്ഷെ ഈ നെർവും ബ്രെയിനും ഉണ്ടാക്കിയിരിക്കുന്ന ഫാറ്റ് വെച്ചാണ്. ശരിക്കും അത് ബ്രെയിനിനകത്തൊരു ലൈവ് ആയിരിക്കുമ്പോൾ അതൊരു സെമി സോളിഡാ. ശരിക്കും അതൊരു ഇപ്പം അങ്ങനെ ഡെത്തായി കഴിഞ്ഞ് അത് റൈഗർ മോർട്ടിസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ ബ്രെയിനൊക്കെ ഇന്ന് സോളിഡ് ആവുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയാണ് ഈ ബ്രെയിനിന്. അതിന് ഉണ്ടാക്കിയിരിക്കുന്നത് മെയിൻലി ഫാറ്റാണ് അതിൻ്റെ കണ്ടന്റ്. ഒരു ഓൾമോസ്റ്റ് 60% തിങ്ക് അറൗണ്ട് 60% ഇസ് ഫാറ്റ്, പിന്നെ ഒരു 40% വാട്ടറോ തിരിച്ചോ എന്നാണ്. അപ്പം അതിനകത്ത് പ്രോട്ടീൻ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത്രയും ഫാറ്റ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ ഇതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡും എല്ലാ ഫാറ്റും അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം ബ്രെയിനിലെ പ്രോബ്ലം കൊണ്ടാണല്ലോ ഈ സൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻ. നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ മനസ്സിനെയും ചിന്തിക്കുന്നതും നമ്മുടെ ബുദ്ധിയും എല്ലാം ബ്രെയിനിലാണല്ലോ വരുന്നത്, ബ്രെയിനിന്റെ ഫങ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം നമ്മളുടെ ഫുഡിലെ പ്രോട്ടീൻ അല്ല നമുക്ക് ബ്രെയിനിന് വേണ്ടത്. ടു മച്ച് ഓഫ് പ്രോട്ടീൻ അല്ല. നമ്മൾ ഫിഷോ മീറ്റോ ഒന്നും കഴിക്കുന്ന ഫിഷ് അതിനകത്തുള്ള ഫാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. അപ്പം വെരി കെയർഫുൾ ആയിരിക്കണം. നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ്, ഈ നട്ട്സ്, കുക്കിംഗ് ഓയില്, ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെയും നെർവ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫാറ്റ് വെച്ചാണ്. അപ്പൊ തെറ്റായ ഫാറ്റ് ആണെങ്കിൽ അവിടെ വരുന്നത് നമുക്ക് സൈക്യാട്രിക് പ്രോബ്ലംസ് വരാം. നമ്മുടെ ബുദ്ധി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന തെറ്റായിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഈ ആർട്ടിഫിഷ്യൽ ചീസും ഒക്കെയാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഈ സ്വീറ്റ്സിനൊക്കെ അകത്ത് വരുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ്. അത്തരം ഫാറ്റൊക്കെ വെച്ചിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഇന്റലിജൻസിനെ ബാധിക്കാം, അവരുടെ ബിഹേവിയറിനെ. പലപ്പോഴും കുട്ടികളുടെ ഈ ഭയങ്കര എന്താ ഇങ്ങനെ ഭയങ്കര സ്റ്റബേൺ നേച്ചറും ഭയങ്കര ഇറിറ്റബിൾ നേച്ചറും ഒക്കെ കുട്ടികൾക്ക് വരുന്നതിൻ്റെ പലപ്പോഴും കാരണം തന്നെ നമ്മളുടെ റോങ് ആയിട്ടുള്ള ഭക്ഷണ രീതിയാണ്. അതുപോലെ സൈക്യാട്രിക് മെൽനസിനും എല്ലാം ഇത് ബാധകമാണ്. കാരണം നമ്മളുടെ ബ്രെയിനാണ് നമ്മളെ ഈ ചിന്തകളെയും നമ്മുടെ സ്വഭാവത്തിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിനെ ഉണ്ടാക്കുന്ന രീതി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം തെറ്റും. കാരണം ബേസിക്കലി നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അത് ഭക്ഷണം തന്നെയാണ് ബോഡി ആയി മാറുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ബ്രെയിനെ ഉണ്ടാക്കിയിരിക്കുന്നത് മെയിൻലി കൊഴുപ്പ് വെച്ചാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ്, അത് നമ്മളുടെ കഴിക്കുന്ന കൊഴുപ്പിനകത്ത് വരുന്ന എന്താ? നമ്മുടെ ഭക്ഷണത്തില് നാച്ചുറലായിട്ട് കുറച്ച് ഓയിലി ഐറ്റം കൊഴുപ്പുണ്ടാകും. അത് കൂടാതെ നമ്മൾ കഴിക്കുന്ന നട്ട്സും ഓയിലുമാണ്. കുക്കിംഗ് ഓയിലും നട്ട്സ് പോലെയുള്ള സാധനങ്ങളുമാണ്, അല്ലെ ഓയിൽ സീഡ്സ് കഴിക്കുന്ന ഇതുമാണ് അതായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവവും ഇന്റലിജൻസും എല്ലാത്തിനെയും ബാധിക്കും എന്നുള്ളതാണ്. അത് മനസ്സിലായാൽ അതനുസരിച്ച് കെയർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ന് കാണുന്ന ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ബ്രെയിനിന്റെ കാര്യം പറയുമ്പോഴും ഈ നെർവ്സിന്റെ കാര്യം പറയുമ്പോഴും ഈ പാർക്കിൻസൺസിന്റെ അസുഖം എന്ന് പറയുന്നത് ഒരു വലിയ പരിധി വരെ ആൾക്കാരുടെ ഈ മൂവ്മെന്റ് ഡിസോർഡറിന്റെ കൂടെ തന്നെ കുറച്ചൊക്കെ അവരുടെ മെന്റൽ സ്റ്റാറ്റസും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്.
ഇപ്പം നേരത്തെ പറഞ്ഞ ഡയബറ്റീസിന്റെ കാര്യത്തിലും ഈ ഞരമ്പുകളുടെ ഒരു പ്രോബ്ലം വരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ ഞരമ്പുകളുടെ പ്രോബ്ലം വരുമ്പോ അത് ബ്രെയിനിന്റെ അകത്തും എഫക്റ്റ് ചെയ്യാറുണ്ടോ? യെസ്, ബ്രെയിനകത്തും ബ്ലഡ് സർക്കുലേഷൻ, നമുക്ക് ബ്രെയിനിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നത് രക്തക്കുഴലുകളിൽ കൂടെയാണ്. അപ്പൊ ഈ രക്തക്കുഴലുകൾക്ക് ഈ ഗ്ലൂക്കോസ് വന്ന് ഡാമേജ് വരുന്നു, അല്ലെങ്കിൽ പ്രഷർ കൂടുന്നതുകൊണ്ട് ഡാമേജ് വരുന്നു. അതാണ് നമ്മുടെ ബ്രെയിനിന് ഡാമേജ് ചെയ്യുന്നത്. അപ്പം ഡയബറ്റിക് പേഷ്യൻസിന് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പേഷ്യൻറ്റിന് ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് വരുന്നത് ഹൈപ്പർ ടെൻഷൻ പേഷ്യൻസിനും ഡയബറ്റിക് പേഷ്യൻസിനുമാണ്. കാരണം ഡയബറ്റിസ് നമ്മളുടെ രക്തക്കുഴലുകളെ വീക്കാക്കും. അപ്പം പ്രഷർ ഭയങ്കര ഹൈ പ്രഷർ പമ്പ് ചെയ്യേണ്ടി വരുന്നു. പലപ്പോഴും പ്രഷർ കൂടുന്നത് എന്തുകൊണ്ടാണ്? പ്രഷറിന്റെ ബ്ലഡിന്റെ ഹാർട്ടിന് കൂടുതൽ പ്രഷർ പമ്പ് ചെയ്താലേ നമ്മൾ വേണ്ടിടത്ത് എത്തിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് നാച്ചുറലി അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ടാണ് നമ്മളുടെ ബോഡി പ്രഷർ കൂടുന്നത്. കാരണം ബ്ലഡ് എത്തിക്കണമെങ്കിൽ കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യണം. വാട്ട് എവർ റീസൺ നമ്മളുടെ ബോഡി ഒരു സിസ്റ്റം ഓഫ് കൺട്രോൾ ആണ് ശരിക്കും ഇത്. അപ്പം എവിടെയെങ്കിലും രക്തത്തിന് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന് വേണ്ട, ഹാർട്ട് കൂടുതൽ ശക്തിക്ക് പമ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കൂടുതൽ ശക്തി വരുമ്പം ശരിക്കും പറഞ്ഞ് ഈ രക്തക്കുഴലുകൾക്ക് വയ്യാതിരിക്കുന്നവരാണെങ്കിൽ അവർ കൺട്രാക്ട് ചെയ്യാൻ നോക്കും. അത് അവർ മസിൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു ഇന്റർപ്ലേ പോലെയാണ് സംഭവിക്കുന്നത്. അപ്പം ബ്രെയിനിൽ നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ രക്തക്കുഴലുകൾ പൊട്ടി അതിൽ ബ്ലീഡിങ് വരിക എന്നുള്ളത്. അതാണ് നമ്മൾ ഒരു തരത്തിലുള്ള സ്ട്രോക്ക്. പിന്നെ ബ്രെയിനിലെ രക്തക്കുഴലുകൾക്ക് ഈ ഹൈ സ്പീഡിൽ പമ്പ് ചെയ്യുന്നതുകൊണ്ട് അതിന് അല്ലാത്ത രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഈ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് വരുന്നതാണല്ലോ അത്രോസ്ക്ലെറോസിസ്, രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ്. അപ്പൊ ഈ കൊഴുപ്പ് ഇങ്ങനെ സ്പീഡിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൊഴുപ്പ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി രക്തക്കട്ട വരും. രക്തം കട്ട പിടിക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ പോയി ആ പ്ലേറ്റ്ലെറ്റ്സും എല്ലാം കൂടെ പോയി അവിടെ അടിയും. അതിനാണ് നമ്മൾ ഈ ആസ്പിരിനും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഈ ഹൈപ്പർ പ്രഷർ കൂടുതലുള്ളവർക്ക് ആസ്പിരിൻ കഴിച്ചാലുള്ള റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു പ്രഷറിന്റെ പ്രശ്നം കാരണം രക്തക്കുഴൽ പൊട്ടി ബ്രെയിനിനകത്തേക്ക് ബ്ലീഡിങ് തുടങ്ങിയാൽ അതിനെ നിർത്താൻ പറ്റില്ല. കാരണം ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനായിട്ടുള്ള ബ്ലഡ് തിന്നറാണല്ലോ നമ്മൾ ഈ ആസ്പിരിൻ, കോപ്പിഡോഗ്രൽ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നത്. അതാണ് അങ്ങനെ വരുമ്പോൾ ഒരു റിസ്ക് വരുന്നത്. പിന്നെ പാർക്കിൻസൺസ് ഡിസീസും എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസിൽ പെടുന്നതാണ് ഈ ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡിസീസ്, സെനൈൽ ഡെമെൻഷ്യ, പാർക്കിൻസൺസ് ഡിസീസ് ഒക്കെ ആ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പൊ അവർക്ക് കയ്യിൽ വിറയൽ വരുന്നത് തന്നെ ബ്രെയിനിന്റെ പ്രോബ്ലം കൊണ്ടാണ്. കയ്യിലെ കൺട്രോൾ മെക്കാനിസം അത് കയ്യിലെ ഈ അനങ്ങാതിരിക്കുമ്പോൾ കൈ അനങ്ങാതിരിക്കേണ്ടതാണ്. അല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് പ്രിസിഷൻ നമുക്ക് നാച്ചുറലി ഉള്ളതാണ്. പക്ഷെ അത് വരയ്ക്കാൻ തുടങ്ങുവാണെങ്കിൽ പിന്നെ അതുപോലെ ചിലരുണ്ട്, ഇപ്പം നമുക്ക് തല ഇങ്ങനെ വിറച്ചോണ്ടിരിക്കും. അപ്പൊ കൈക്ക് മാത്രമാവണമെന്നില്ല പാർക്കിൻസൺസ് ഡിസീസിന് വരുന്നത്. ചിലർക്ക് തല വിറയ്ക്കുന്ന പോലെ ആയിരിക്കും, തലയ്ക്കായിരിക്കും അവരിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ വരും. ചിലർക്ക് സ്റ്റിഫായിരിക്കും, അവർക്ക് എക്സ്പ്രഷൻസ് ഇല്ല, അവരുടെ ഒരു പലപ്പോഴും മാസ്ക് ലൈക്ക് ഫേസ് എന്നാണ് പറയുന്നത്. അതിന്റെ ഈ പാർക്കിൻസൺസ് ഡിസീസിന്റെ ചിലരുടെയൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് മുഖത്തൊന്നും ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഇതായിരിക്കും. പിന്നെ ഡള്ളാകും, അതായത് നമുക്കൊരു ഡിപ്രഷൻ പോലെ ആയിരിക്കും ചിലർക്ക് തുടങ്ങുമ്പോൾ. അങ്ങനെ ഏത് രീതിയിലും മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പൊ അത് നമ്മളുടെ ആ ഇമോഷൻസിനെയും നമ്മളുടെ സന്തോഷം, സങ്കടം, അത് ചിലപ്പം ഒന്നുമില്ലാത്തൊരു ഇതെല്ലാം ഈ പാർക്കിൻസൺ ഡിസീസിന്റെ ഭാഗമായിട്ട് വരാം. അത് ഏത് നെർവിനെയാണ്, ഏത് ഭാഗത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ ഈ പല പേഷ്യൻസ് CT സ്കാൻ, MRI ഒക്കെ ആണല്ലോ ഇതിനു വേണ്ടി നോക്കുന്നത്. അപ്പൊ ഈ ബ്രെയിനിന്റെ നമ്മൾ നോക്കുമ്പോൾ പലർക്കും കോർട്ടിക്കൽ തിന്നിങ് ഓഫ് ദി കോർട്ടെക്സ് എന്നൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. മേജറായിട്ട് അവിടെ സ്ട്രോക്ക് ഒന്നും ആയിരിക്കില്ല. അതായത് മൈനർ സ്ട്രോക്കുകൾ, അതായത് സൈലന്റ് സ്ട്രോക്ക് എന്ന് പറയും. ഇപ്പൊ മേജർ വരുമ്പോഴേ നമുക്ക് കൈ പൊക്കാൻ വരാതെ വരുവോ അല്ലെ തളർച്ച വരുവോ ഒക്കെ ചെയ്യുമ്പം
അല്ലെ മേജർ ഒരു പാർട്ട് ഒരു സെൻസേഷൻ പോയാലൊക്കെ നമ്മൾ അറിയുള്ളൂ. ചെറിയ ചെറിയ മൈനർ സ്ട്രോക്ക് ഒന്നും വരുമ്പോൾ ബ്രെയിനിൽ വരുന്ന സ്ട്രോക്ക് ഒന്നും നമ്മൾ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള അക്യുമുലേറ്റഡ് സ്ട്രോക്കാണ് ഈവൻ പാർക്കിൻസൺസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഓർമ്മക്കുറവിലേക്ക് പോകാം, അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രായമായി കഴിയുമ്പോൾ പലരും ഇല്ലേ, പണ്ടൊക്കെ വളരെ നല്ല നേച്ചറായിരുന്നു, പക്ഷെ ഇപ്പം ഇറിറ്റബിൾ ആവുന്നു, മൊത്തത്തിൽ ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ സങ്കടം വരുന്നു, അല്ലെ എല്ലാത്തിനെ കുറിച്ചും കംപ്ലൈന്റ് ആണ്. അപ്പം ശരിക്കും ഒരു കുഴപ്പവും കാണിയല്ല, മക്കളൊക്കെ നോക്കുന്നുണ്ടാവും, എന്നാലും മക്കൾ നോക്കുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഇറിറ്റബിൾ ആയിരിക്കും മൊത്തത്തില്. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന് വന്നിരിക്കുന്ന ഡാമേജ് കൊണ്ട് വരുന്നതാണ്. അപ്പൊ ആ ബ്രെയിനിന്റെ ഡാമേജ് വരാതെ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രഷറും ഷുഗറും ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക എല്ലാം ആ ഭക്ഷണത്തിനോടുള്ള ഒരു ആഗ്രഹം കൂടുതലാണ്. ഷുഗർ കൂടുതലുള്ളവർക്ക് അറിയണ്ട കാർബോഹൈഡ്രേറ്റ് കഴിക്കരുത്, എന്നാലും പിന്നെ എടുത്ത് കഴിക്കും, എന്നിട്ട് കുറെ മരുന്നും കൂടെ എടുക്കും. അപ്പൊ ഈ മരുന്നും നമുക്ക് ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മരുന്നും ഒരു ടോക്സിൻ പോലെയാണ്. ഗ്ലൂക്കോസ് എക്സസ് ആണ്, അത് വിഷം പോലെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ അതിനും പ്രഷറിനും എല്ലാത്തിനും കൂടെ മരുന്ന് കഴിക്കുന്നു. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രോക്ക് വരാതിരിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആസ്പിരിനും ഇതും എല്ലാം കൂടെ എടുത്ത് കഴിക്കും. അത് ആക്ച്വലി സ്ട്രോക്കിന് കാരണമാകും. അതുപോലെ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കഴിക്കും, കൊളസ്ട്രോൾ കൂടുതലാണെന്നും. ശരിക്കും ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവ് കൊണ്ടും എക്സസ് ഫുഡ് കാരണമാണ് കൊളസ്ട്രോൾ കൂടുന്നത്. പക്ഷെ അതിന് നമ്മൾ മരുന്നും കൂടി എടുത്ത് കഴിക്കും. മരുന്ന് കഴിച്ചിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നോക്കും. ശരിക്കും ബ്രെയിനിന്റെ ആക്ടിവിറ്റിക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ് കൊളസ്ട്രോൾ. കാരണം ബ്രെയിനിന് മെയിൻ അതിന്റെ ഇന്റഗ്രിറ്റി, നെർവ് സെൽസിന്റെ ഇന്റഗ്രിറ്റി നിലനിർത്താൻ കൊളസ്ട്രോൾ വേണ്ടതാണ്. അപ്പൊ കൊളസ്ട്രോൾ ചിലരുടെയൊക്കെ കാണാൻ തീരെ ലോ ആയിരിക്കും, ലെസ് ദാൻ 100 ഒക്കെ ആയിട്ട്, 70, 50 ഒക്കെ ആയിട്ട് വെരി ഹൈ ഡോസിൽ കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ചിലർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിലർക്ക് അവര് ആ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നവർക്ക് ചിലർക്ക് ആ മെമ്മറി കുറയുന്നു അവനവന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് നമ്മൾ ഒന്ന് ഫോൺ വിളിച്ചിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരാണെന്ന് ഓർത്തെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇമ്മീഡിയറ്റ്, അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. അപ്പൊ ലോങ് ടൈം മെമ്മറിയേക്കാളും കൂടുതൽ ഇങ്ങനെ കൊളസ്ട്രോളിന്റെ ഒക്കെ സൈഡ് എഫക്റ്റ് കൊണ്ടുവരുന്നത് ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം മരുന്നുകളിൽ നിന്ന് മാറിയാൽ തന്നെ നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ പലപ്പോഴും പേഷ്യൻസ് കാണാറുണ്ട്, കുറേ 8 കണക്കിന് മരുന്നുമായിരിക്കും, 10, 30 ഗുളികയൊക്കെ ആയിരിക്കും ഒരു ദിവസം. ശരിക്കും പറഞ്ഞ് ഗുളിക കഴിച്ച് ജീവിക്കുന്ന പോലെയാ. ജനറലി എങ്ങനെയാണല്ലോ, നമ്മൾ എന്തായാലും ഒരു പ്രോബ്ലം വരുമ്പോഴും ഭക്ഷണം കിട്ടുന്നില്ലെന്നല്ല പറയുന്നത്, മരുന്ന് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാം ജീവിക്കേണ്ടത് മരുന്ന് കഴിച്ച് ജീവിക്കേണ്ടത് പോലെയാണ്. മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലെന്നാണ് നമ്മൾ, പൈസ ഇല്ലാത്ത കാര്യം പറയുമ്പം ഭക്ഷണത്തിന് പൈസ ഇല്ലെന്ന് പറയുന്നതിനേക്കാളും മുമ്പ് പറയാറുള്ളത് മരുന്നിന് പോലും പൈസ ഇല്ലെന്നാണ്. നമ്മളുടെ ഏറ്റവും എസെൻഷ്യൽ തിങ് മരുന്നാണെന്ന്. മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് മരുന്ന് കഴിച്ച് ജീവിക്കാനല്ല, അത്യാവശ്യം ജീവിക്കാനുള്ള ഭക്ഷണം കഴിക്കുക, ജീവിതത്തിന്റെ പർപ്പസ് തീർക്കുക എന്നുള്ളതാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഫുഡ് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് കുറെ മരുന്നും കൂടെ കഴിക്കും. അങ്ങനെ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പല മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് തന്നെയാണ് ഈ ഡെമൻഷ്യയും അങ്ങനത്തെ. ഈവൻ അപ്പൊ അവർ ഇറിറ്റബിൾ ആവും. ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള ആൾ ഇറിറ്റബിൾ ആയിരിക്കും. അപ്പൊ അവരുടെ ഇറിറ്റബിലിറ്റി കുറയ്ക്കാൻ എല്ലാവരോടും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ മക്കളാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഡോക്ടേഴ്സിന്റെ അടുത്ത് അപ്പൊ ഇങ്ങനെ ഒരു സൈക്കാട്രിക് മെഡിസിൻ പോലെയുള്ള സൈക്കാട്രിക് മെഡിസിൻസ് ഇങ്ങനെയുള്ളതിനെല്ലാം തരുന്ന സപ്രസൻസാണ്. അപ്പം നമ്മുടെ ബ്രെയിനിനെ വീണ്ടും സപ്രസ് ചെയ്യുകയാണ്. അങ്ങനെ ഡിഫറെന്റ് ലെവൽ ഓഫ് സപ്രഷനും എല്ലാം കൂടെ കഴിയുമ്പോഴേക്കും ആ മെമ്മറിയും പോവും, ഒരു കോഗ്നിറ്റീവ് ഫങ്ഷൻ എല്ലാം പോവും. അപ്പൊ അതാണ് പലപ്പോഴും കാണുന്നത്. പലരുടെയും ഇത്തരം മരുന്നുകൾ നിർത്തി കഴിയുമ്പോൾ തന്നെ കുറെ ഇമ്പ്രൂവ്മെന്റ് വരും എന്നുള്ളതാണ്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ 100% നമുക്ക് റിവേഴ്സ് ചെയ്യാവുന്ന കാര്യം. ഈവൻ ഹൈപ്പർ ടെൻഷനും, ഈ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ആണ് നമ്മൾ ഈ ബ്രെയിനിനെയും നെർവ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന
ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് റിവേഴ്സ് ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും മെമ്മറിയും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് തന്നെ വരും എന്നുള്ളതാണ്. ഈവൻ കാലിന്റെയൊക്കെ സെൻസേഷൻ പോയ ചെരുപ്പൊക്കെ ഊരി പോകുന്ന അത് നമ്മൾ ഏറ്റവും കൂടുതൽ അത് എവിഡന്റ് ആയിട്ടും നമുക്ക് ഫാസ്റ്റ് ആയിട്ടും റെക്കഗ്നൈസ് ചെയ്യാൻ വരുന്നത് ഡയബറ്റിക് പേഷ്യന്റാണ്. ഡയബറ്റിക് പേഷ്യന്റ് ഈ പലപ്പോഴും ഡയബറ്റിക് അൾസറിന് തന്നെ കാരണം സെൻസേഷൻ പോയതുകൊണ്ടാണല്ലോ. അത് നെർവ്സിനെ മാത്രമല്ല, ഈ രക്തക്കൊഴലുകളെ ഡാമേജ് ചെയ്ത് ഈ നെർവ്സിന് വേണ്ട രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ് കൊണ്ടാണ് നമ്മൾ സെൻസേഷൻ പോകുന്നത്. നെർവ് ഡാമേജ് ആകുന്നത് രക്തക്കൊഴലുകൾക്ക് ഡാമേജ് ആയി പിന്നെയാണ് നെർവിലേക്ക് ഡാമേജ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നെർവ് കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടില്ലെങ്കിൽ ഈ കാലയിൽ ചെരുപ്പ് ഊരി പോവുക, പുകച്ചില്, അൾസർ, ഇതൊക്കെ നമുക്ക് ഇപ്പോ ഈ നമ്മൾ കറക്റ്റ് നമ്മുടെ ബോഡിക്ക് വേണ്ടത് നമുക്ക് ഫുഡാണ്, അല്ലാതെ മരുന്നല്ല. അപ്പൊ മരുന്ന് കഴിച്ച് നമുക്ക് നെർവ് സിസ്റ്റത്തിനെയോ ഒന്നും കറക്റ്റ് ചെയ്യാനൊന്നും നമുക്ക് ഇപ്പം ന്യൂറോളജിക്കൽ ഡാമേജ് ഒന്നും വന്നത് മരുന്ന് കൊണ്ടൊന്നും പറ്റില്ല. പക്ഷെ ഫുഡ് കഴിച്ച് ഇത് കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്ത് കറക്റ്റായിട്ടുള്ള, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ നെർവ്സ് ഉണ്ടാക്കിയിരുന്ന ഫാറ്റ് വെച്ചാണ്. അപ്പൊ കറക്റ്റായിട്ട് ഡയറ്റിനകത്ത് കറക്റ്റ് ഡയറ്ററി ഫാറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അത് ഡയബറ്റിക് ന്യൂറോപ്പതി ഒക്കെ നമുക്ക് ഫാസ്റ്റർ ആയിട്ട് അതിന്റെ സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുന്നത് പേഷ്യന്റ് തന്നെ കാണാൻ പറ്റും. അതാണ് ഈ ബ്രെയിനും നെർവിന്റെയും കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് കൊച്ചുകുട്ടികൾ. ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബ്രെയിൻ ആയിട്ടും നെർവായിട്ടും ഉള്ള പ്രോബ്ലംസ് തിരിച്ചറിയുമ്പോൾ, അപ്പം അങ്ങനെ ഈ അതിൻ്റെ എണ്ണം അങ്ങനെ കൂടുന്നതായിട്ടൊക്കെ ചിലർ പറയുന്ന കേൾക്കാം. അത് എത്രമാത്രം ശരിയാണ്? അത് എന്തുകൊണ്ടായിരിക്കാം? ശരിക്കും കുട്ടികൾ സഫർ ചെയ്യുന്നു അതോ അവരുടെ പേരൻസ് സഫർ ചെയ്യുന്നു, അതൊരു ചോദ്യമാണ്. ആരാണ് സഫർ ചെയ്യുന്നത്? ശരിക്കും ഒരു സൈക്കാട്രിക് പേഷ്യന്റ് അവർക്ക് അറിയത്തില്ലാത്തതൊന്നും അല്ലേല് പിള്ളേര് ADHD അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുഞ്ഞിന്, അല്ലെ മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള കുഞ്ഞ് അറിയുന്നില്ലല്ലോ. അവരല്ല സഫർ ചെയ്യുന്നത്, ശരിക്കും അവരുടെ പേരൻസ് ആണ് ശരിക്കും സഫർ ചെയ്യുന്നത്. ഇൻഡയറക്ട്ലി അവർക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ, ഒരു മനുഷ്യന്റെ ബുദ്ധിയും മെന്റൽ ഡെവലപ്മെന്റും ഇതെല്ലാം കിട്ടിയാലേ ഒരു മനുഷ്യ ലൈഫ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിന് കൂടുതൽ അവരുടെ പേരൻസ് ആണ് സഫർ ചെയ്യുന്നത് മിക്കവാറും. പക്ഷെ ഈ കുഞ്ഞിന് അസുഖം വരാനുള്ള കാരണവും നമ്മളുടെ, അതായത് പേരൻസിൽ വന്നിരുന്ന അറിവില്ലായ്മ. നമ്മൾ പലപ്പോഴും അറിഞ്ഞുകൊണ്ടല്ലല്ലോ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു കുഞ്ഞ് പ്രഗ്നന്റ് ആകുമ്പോൾ, ഒരു കുഞ്ഞിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു എഗ്ഗും ഒരു സ്പേമും കൂടി ചേർന്ന് അത് ഇൻട്രായൂട്രൈനായിട്ട് 10 ലൂണാർ മന്ത്സ്, അല്ലെങ്കിൽ നമ്മളുടെ കണക്കിന് 9 മന്ത്സ് 7 ഡേയ്സ് യൂട്രസിനകത്ത് ജീവിച്ച് പിന്നെയാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ യൂട്രസിനകത്ത് ഈ എഗ്ഗും സ്പേമും ഹെൽത്തി അല്ലെങ്കിൽ തന്നെ അവിടെ തന്നെ പ്രോബ്ലം തുടങ്ങി. പിന്നെ ഈ കാലഘട്ടത്തിൽ അമ്മ കഴിച്ച ഭക്ഷണം കൊച്ചിന് വേണ്ട ന്യൂട്രീഷൻ കിട്ടണം. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് വെരി ക്ലിയറാ. ഇപ്പൊ ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് വരാം, സ്പൈനൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്, ഈവൻ ബ്രെയിൻ ഇല്ലാതെ ജനിക്കുക. അതാണ് അനൻകെഫാലി, അതിന്റെ ഏറ്റവും എക്സ്ട്രീം ഫോമാണ് അനൻകെഫാലി എന്ന് പറയുന്നത്. അതുപോലെ ഈ ഹാർട്ട് അബ്നോർമാലിറ്റി ഒക്കെ വരുന്ന ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയാണ് ഒരു മെയിൻ കാര്യം. ക്ലഫ് ലിപ്പ്, ഇങ്ങനെ നമ്മളെ മുച്ചുണ്ട്, പിന്നെ ഹാർട്ടില് ഹോള് എന്നൊക്കെ പറയില്ലേ, കാർഡിയാക്കൊക്കെ കുഞ്ഞിന് ജന്മനായുള്ള ഹാർട്ട് പ്രശ്നങ്ങൾക്ക് ഇതെല്ലാം കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെന്ന് ഇപ്പൊ നമ്മൾ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം അത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നതാണ് ഫോളിക് ആസിഡ്. എല്ലാവർക്കും അറിയാം, പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഫോളിക് ആസിഡ് കൊടുക്കണം. അതുപോലെ വേറൊരു ന്യൂട്രിയൻ്റ് ആണ് കോളിൻ എന്ന് പറഞ്ഞത്. വേറൊരു വൈറ്റമിൻ ആണ്. ഈ കോളിന്റെയും ഫോളിക് ആസിഡും നമ്മളുടെ ഈ നെർവ് ഡിവിഷൻ, സെൽ ഡിവിഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പം ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ സമയത്ത് എങ്ങനെയാ വളരെ ഫാസ്റ്റ് ആയിട്ട് സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുക.
അതുപോലെ തന്നെ അത് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓർഗനെയും സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ വേണ്ടത് വളരെ വളരാൻ വേണ്ട ന്യൂട്രീഷനാണ് വേണ്ടത്. അപ്പൊ അതിനകത്ത് ഫോളിക് ആസിഡും കോളിനും വെരി ഇമ്പോർട്ടൻ്റാ സെൽ ഡിവിഷന്, അതായത് നമ്മുടെ DNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കിട്ടാതെ വരുന്നത് കൊണ്ടാണ് ഈ പല അസുഖങ്ങളും വരുന്നത്. അതിന്റെ വേറൊരു ഫോമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അതിപ്പം ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ സ്പൈനിന്റെ അവിടെ ഒരു സ്വെല്ലിങ് പോലെ അല്ലെ അത് കൂടാതെ വന്ന് അതിന് ചിലപ്പോൾ കാലില് പാരാലിസിസ് അല്ലെ മൂത്രം പോകാനുള്ള കൺട്രോൾ ഇല്ലാഴിക, അതൊക്കെയാണ് ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്. അത് സർജറി ഒന്നും ചെയ്താലും കാര്യമായ ഇമ്പ്രൂവ്മെന്റ് വരികയില്ല. കാരണം ജന്മനാ വന്നിരിക്കുന്നല്ലേ, പിന്നെ അതിനെ വളർത്തിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതിന്റെ വേറൊരു ഫോം ഓഫ് നെർവ് ഡാമേജിന്റെ കാര്യമാണ് ഈ ഓട്ടിസം വരുന്നത്, അല്ലെങ്കിൽ ADHD. അത് ADHD ഒക്കെ വരുന്നത് ഗർഭകാലത്തുള്ളതിൻ്റെതാവാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ കുഞ്ഞിന് വേണ്ടതുപോലെയുള്ള ഫുഡ് കിട്ടാതെ വന്നതാവാം. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും വൈറൽ ഇൻഫെക്ഷൻസ് പോലെ വന്നാലും വരാം. ടോക്സോപ്ലാസ്മോസിസ് എന്നൊക്കെ പറഞ്ഞ ചില പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, അതൊക്കെ വരാം. പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മളുടെ ന്യൂട്രീഷൻ്റെത് തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ ഈവൻ അച്ഛൻ സ്മോക്കർ ആണെങ്കിൽ തന്നെ അത് കൊച്ചിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. കൊച്ചിന് പാസീവ് സ്മോക്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ. അപ്പൊ അമ്മയും കൂടെ സ്മോക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോഴേക്കും ഇത് വരും. ഈവൻ ആൽക്കഹോൾ സിൻഡ്രോം, നമ്മൾ ആൽക്കഹോളും ശരിക്കും പറഞ്ഞാൽ ലിവറിനെ ബാധിക്കുന്നതിനേക്കാളും കൂടുതൽ ബ്രെയിനിനെയാണ് ബാധിക്കുന്നത്. അപ്പം പ്രഗ്നന്റ് മദർ ആൽക്കഹോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, പ്രഗ്നന്റ് മദർ സ്മോക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, ടൊബാക്കോ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഈവൻ കുഞ്ഞിന്റെ അച്ഛൻ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ മതി, ഈ ആ സ്മോക്കിങ്ങിന്റെ എക്സ്പോഷർ വെച്ച് കുഞ്ഞിന്റെ ബ്രെയിനിന് ഡാമേജ് വരാം. ഇതൊക്കെ പ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്, സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മൾ ഈ കുഞ്ഞിനൊരു അസുഖം വന്നതൊന്നും വെറുതെ വന്നതല്ല. പക്ഷെ only thing അതിനുള്ള കെയർ എടുക്കണം. അപ്പൊ നമുക്കിപ്പോ ഇത്രയും സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ എല്ലാവരും 20 വയസ്സ് അല്ലെ 25 വയസ്സായ ഉടനെ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവണം. 1 അല്ല 2 അല്ല 3 അല്ല, ഓരോരുത്തരുടെയും കണക്കനുസരിച്ച്. ഇതൊന്നും അല്ല. നമ്മൾ ആദ്യം അറിയേണ്ടത്, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ആദ്യം ഒരു മാരേജിന് പോകുമ്പോൾ അവർക്ക് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ, അതിന് എന്ത് ഹെൽത്ത് സ്റ്റാറ്റസ് ഉണ്ടാവണം, ഇത്തരം കാര്യങ്ങളും കൂടെ കുറിച്ച് ഒരു റെസ്പോൺസിബിൾ ആയിട്ട് റീപ്രൊഡക്ഷനും റെസ്പോൺസിബിൾ ആയിട്ട് ഫാമിലി മാനേജ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഒരു അടുത്ത ജനറേഷന് നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം വേറൊരാളെയും കൂടെ സഫറിങ്ങിന് കൊണ്ടിരുന്നു, അവര് സഫർ ചെയ്യുന്നു, അത് അവരുടെ ജീവിതകാലം മുഴുവൻ അവർ സഫർ ചെയ്യേണ്ടി വരും. ഒപ്പം തന്നെ അവനവന്റെ സഫറിങ്ങും കൂടെ കൂട്ടുമായിരിക്കും ചെയ്യുന്നത്. അത്രയൊക്കെ ചിന്തിക്കാനുള്ള നമുക്ക് ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സഫറിങ് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം. നമ്മളത് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സഫറിങ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് പ്ലാൻഡ് ആയിട്ട് ജീവിക്കണം. പ്ലാൻഡ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സഫറിങ് കുറയും. നമ്മളുടെ മാത്രമല്ല, നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാ സഫറിങ്ങും കുറയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈവൻ പേരൻസ് തന്നെ നമ്മൾ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ പ്രഷറൈസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അവരെ കുട്ടികളുണ്ടാകാൻ പ്രഷറൈസ് ചെയ്യും. പക്ഷെ അവർക്ക് ഒരു ഹെൽത്തി കുഞ്ഞിന് ജന്മം കൊടുക്കാനും അതിനെ വളർത്താനും അറിയാമെന്നല്ലാതെ അവരെ പ്രഷറൈസ് ചെയ്ത് പ്രഗ്നൻസിയും കുഞ്ഞിന്റെ വളർച്ചയും, അപ്പം അതോടുകൂടി ഒരു ഹെൽത്ത് ഇല്ലാത്ത കുഞ്ഞാണെങ്കിൽ ആ ഫാമിലി വീണ്ടും തകരുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വേണ്ട കെയർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സഫറിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ കാര്യമാണ് ഈവൻ സൈക്യാട്രിക് ഡിസീസിന്റെ കാര്യത്തിലും ന്യൂറോളജിക്കൽ പ്രോബ്ലംസിന്റെ കാര്യത്തിലും. അതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ഭക്ഷണം, നമ്മളുടെ പ്രവൃത്തികൾ, ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ അസുഖങ്ങളായി മാറുന്നത്. അപ്പൊ അത് ആ ഒരു നോളജ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സഫറിങ് ഒക്കെ ഒത്തിരി കുറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ബ്രെയിനിന്റെ കാര്യവും തലച്ചോറിന്റെ കാര്യവും ഈ ഞരമ്പിന്റെ കാര്യവും പറയുമ്പോൾ പലപ്പോഴും വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തെങ്കിലും രീതിയിൽ
നമ്മളെ ഈ ബ്രെയിനിൻ്റെയും നെർവിൻ്റെയും ഹെൽത്ത് കൂട്ടാനായിട്ട് സഹായിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു ഭക്ഷണത്തിന് നമ്മളുടെ ഹെൽത്ത് കുറയ്ക്കാൻ പറ്റുന്ന പോലെ തന്നെ ഭക്ഷണത്തിന് തന്നെ ഹെൽത്ത് കൂട്ടാനും പറ്റുള്ളൂ. രണ്ടും ഭക്ഷണത്തിന് മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താ, നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന, നമ്മുടെ നെർവ് സെല്ലിനെ ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ, നമ്മളുടെ നെർവിന്റെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗ്ലയൽ സെൽസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ സ്കിന്നിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ വേണ്ടത് ശ്വാസം, അത് ഓക്സിജൻ, എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എയറിൽ നിന്നുള്ള ഓക്സിജൻ, കുടിക്കുന്ന വെള്ളം, രണ്ടാമത്തെ ന്യൂട്രിയന്റ്. ബാക്കിയുള്ള 55 ന്യൂട്രിയൻസ് വരേണ്ടത് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നാണ്. ആ ഒരു 14 വൈറ്റമിൻസ്, 14 മിനറൽസ്, പിന്നെ ഒരു 20 അമിനോ ആസിഡ്സ് ഉണ്ട്, 4 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ബ്രെയിനിനും നെർവ്സിനും ഈ 4 ഫാറ്റി ആസിഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിലെ തന്നെ omega-3 omega-6. ഇതാണ് നമ്മളുടെ ബ്രെയിനിനെയും മെക്കാനിസവും ഓരോ സെല്ലിനെയും കവർ ചെയ്തുകൊണ്ട് സെൽ മെംബ്രെയിൻ ഉണ്ട്. നമുക്കറിയാലോ, വീടിന് ഭിത്തിയുള്ളതുപോലെ ഓരോ സെല്ലിനും ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ഈ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫാറ്റ് വെച്ചാണ്. ആ ഫാറ്റാണ് അതിലെ തന്നെ ഈ omega-3 omega-6 പിന്നെ omega-9 പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെളിച്ചെണ്ണയ്ക്കകത്തുള്ള ഫാറ്റ്. omega-3 omega-9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒളിവ് ഓയിലിൽ കൂടുതലായിട്ടുള്ളത്. ബാക്കിയുള്ളതിലും ഒക്കെ ഉണ്ട് ഇതൊക്കെ, ആ ഫാറ്റ്. omega-6 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ ഈ സാധാരണ കാണുന്ന മറ്റുള്ള കുക്കിംഗ് ഓയിൽസ് അല്ലെങ്കിൽ നട്ട്സ്, ഇതിലെല്ലാം omega-6 ആണ് മെയിൻ. പിന്നെ ഉള്ളത് omega-3. omega-3 നമ്മൾ സാധാരണ ഫുഡിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഈ നട്ട്സ് നമ്മൾ ഈ സാധാരണ ഉപയോഗിക്കുന്ന കൊഴുപ്പുകളിലെല്ലാം ഒന്നെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിരിക്കും, അല്ലെ omega-6 ആയിരിക്കും കൂടുതലുള്ള. വെരി റെയർ ആയിട്ട് ഇതിനകത്ത് വരുന്ന ഒളിവ് ഓയിലും അല്ലെ അവക്കാഡോ ഓയിലും, നമുക്ക് അവക്കാഡോ ഒന്നും ഇവിടെ അങ്ങനെ അവൈലബിൾ അല്ല, അതിൻ്റെ ഓയിലൊന്നും അവൈലബിൾ അല്ല, അതിനാണ് omega-9 ഉണ്ട്. omega-9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിന് യൂസ്ഫുള്ള, അതുപോലെ തന്നെ എനർജിക്ക് ഉപയോഗിക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വെളിച്ചെണ്ണയ്ക്കകത്തും ഒക്കെ ഉള്ളത്, അതും നമുക്ക് ബോഡി ബിൽഡിങ്ങിനായിട്ട് അത് അത്ര നല്ലതല്ല. ബോഡി ബിൽഡിങ്ങിന് സാച്ചുറേറ്റഡ് ഫാറ്റ് അത്ര നല്ലതല്ല, ബട്ട് എനർജി ഉപയോഗത്തിന് അതിന് കുഴപ്പമില്ല. പിന്നെ ഈ omega-3 ആണ് നമ്മൾ ചാളയ്ക്കകത്ത്, സാൽമൺ എന്ന് പറയുന്ന കടൽ ഫിഷിനകത്തുള്ള, അല്ലെ കടൽ ഫിഷോ അല്ലെങ്കിൽ കോൾഡ് ക്ലൈമറ്റിൽ ജീവിക്കുന്ന ഫിഷിനാണ് ഈ omega-3 കൂടുതലുള്ളത്. അതുപോലെ കോൾഡ് ക്ലൈമറ്റിലുള്ള ചില ആൽഗെ, ഈ ഫിഷ് തന്നെ ആ ആൽഗെ തിന്നുന്നത് കൊണ്ടാണ് അവർക്ക് ഈ omega-3 ഉണ്ടാകണമെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ലാതെ അവർ തന്നെ ഉണ്ടാക്കുന്നതല്ലത്. ഈ ആൽഗെ അവർ തിന്നുമ്പം അതാണ് ആൽഗെ ഓയിൽ എന്നും പറഞ്ഞു ഇപ്പം നമുക്ക് കിട്ടുമല്ലോ. അതായത് ഫിഷ് ഓയിൽ പോലെ ആൽഗെ ഓയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനകത്ത് DHA EPA, അതാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ റെന്റ് ആയിട്ടുള്ള omega-3. പിന്നെ നമ്മൾ ഈ ഇലക്കറികൾ, ഫിഷ്, മീറ്റ്, ഇതിലൊക്കെ പശു പാലിനകത്ത് എന്തൊരു omega-3 ഉണ്ടെന്നുള്ളത് ഡിപ്പെൻസ് ഓൺ പശു എന്താ കഴിക്കുന്നത് എന്നുള്ളത്, ആട് എന്താ കഴിക്കുന്നത് എന്നുള്ളത്. അതുപോലെ മുട്ടയ്ക്കകത്ത് എന്തൊരു omega-3 ഉണ്ടെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് കോഴി എന്താ, അല്ലെ താറാവ് എന്താ കഴിച്ചെന്നുള്ളതനുസരിച്ചായിരിക്കും. സോ ഈവൻ മീറ്റിൽ എന്തോരു omega-3 ഉണ്ടോ എന്തോരു omega-6 ഉണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നതും ആ ജീവി എന്ത് കഴിച്ചു എന്നുള്ളതനുസരിച്ചാണ് വരുന്നത്. പ്ലാന്റിനും ഈ ആൽഗയ്ക്കും ഒക്കെ മാത്രമേ സ്വയമായിട്ട് ഈ omega-3 omega-6 ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന, നമുക്ക് ശരിക്കും നമ്മുടെ ബ്രെയിൻ നെർവ് സിസ്റ്റത്തിന് ഫങ്ഷൻ ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട, അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉള്ളവർക്ക് കറക്ഷന് വേണ്ടി കൊടുക്കേണ്ട ഏറ്റവും പ്രധാനം ഈ omega-3 6 ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. omega-3 ആയിരിക്കും അവരുടെ ബോഡിയിൽ പലരും ഒത്തിരി ഓവർ വെയ്റ്റും ഒക്കെ ആയിരിക്കും. ഈവൻ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളവർക്കും ഫാറ്റ് കൂടുതലായിരിക്കും. ശരിക്കും ആണുങ്ങൾക്കാണെങ്കിൽ ഒരു 10 to 15%, ലേഡീസിനാണെങ്കിൽ ഒരു 15 to 25% ഫാറ്റ് വരാൻ പാടുള്ളൂ.
അത് മിക്കവാറും രോഗങ്ങളുള്ളവർക്ക് അണ്ടർ വെയിറ്റ് ആണെങ്കിലും ഓവർ വെയിറ്റ് ആണെങ്കിലും മിക്കവാറും പേർക്കും ഒരു 30, ആണുങ്ങൾക്കാണെങ്കിൽ ഒരു 30, 35, ഒരു 20ക്ക് മുകളിൽ എന്തായാലും അറൗണ്ട് 30. ലേഡീസിനാണെങ്കിൽ അറൗണ്ട് 40 ആയിരിക്കും ഫാറ്റിന്റെ ലെവൽ. അപ്പൊ ഫാറ്റ് ലെവൽ ഒത്തിരി കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിലെല്ലാം omega-6 കൂടുതലാണ്. കാരണം നമ്മൾ ഈ നട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റയൊക്കെ ആണല്ലോ കഴിക്കുന്നത്. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ omega-6 വെരി ഹൈ ആയിരിക്കും. അപ്പൊ ഈ omega-6 കുറയ്ക്കുകയും ചെയ്യണം, omega-3 ബിൽഡപ്പ് ചെയ്യണം. നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് omega-3-6 ബാലൻസ് 1:1 ആയിരിക്കണം. അതാണ് ഏറ്റവും പെർഫോമൻസ് ഏറ്റവും ഈസി. അപ്പൊ അവരാണ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നതും നമ്മളുടെ ന്യൂറോളജിക്കൽ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ഈ omega-3യും 6ഉം ആണ് ഫൈനൽ മെസ്സഞ്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബാലൻസ് കറക്റ്റ് ആകേണ്ടത്. ഇനി കുറേയൊക്കെ നമ്മളുടെ ബോഡി 1:4 വരെയൊക്കെ പിന്നെയും സഹിക്കും. അതിനും പിന്നെ ഓരോരുത്തരുടെയും ജെനറ്റിക്സ് അനുസരിച്ചുമായിരിക്കും. ഒരു സൈക്കാട്രിക് ഡിസീസ് ഫാമിലിയിലുള്ള, ഒരു സ്കിസോഫ്രീനിയ ഫാമിലിയിലുള്ള ഒരു ശരിയാ ഫാമിലിയിലുണ്ട്, അവർക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നോട്ട്. പക്ഷെ അവർ നമ്മൾ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഫുഡ് വെച്ച് ഈ omega-3-6 ബാലൻസും പിന്നെ ഈ ന്യൂറോളജിക്കൽ ഫങ്ഷനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം. ഇപ്പം നമ്മുടെ ഫുഡിൽ ഏറ്റവും കൂടുതലുള്ളത്, അതായത് ഓവറായിട്ട് ബാലൻസ് തെറ്റുന്നത്, ഒന്ന് സോഡിയം കൂടുന്നു, പൊട്ടാസ്യം കുറയുന്നു, omega-6 കൂടുന്നു, omega-3 കുറയുന്നു. ഇതാണ് ഇന്നുള്ള ഈ ന്യൂറോളജിക്കൽ പ്രോബ്ലംസും സൈക്കാട്രിക് പ്രോബ്ലംസും നമ്മുടെ ഇറിറ്റബിലിറ്റിക്കും എല്ലാത്തിനും കാരണം ഈ 2 ഘടകങ്ങളാണ് മെയിൻ. മറ്റുള്ളത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, മറ്റുള്ളത് ഉണ്ടോ, മാഗ്നീഷ്യംസിനൊക്കെ റോളുണ്ട്. പിന്നെ ഏതെങ്കിലും വൈറ്റമിൻസ് കുറയുന്നത്, ഫോളിക് ആസിഡ് കുറയുന്നത്, അങ്ങനെ മറ്റു വൈറ്റമിൻസ് കുറയുന്നത്, കോളിൻ കുറയുന്നത് ഒക്കെ ഈസ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഈ 4 ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ശരിക്കും സോഡിയം പൊട്ടാസ്യം ബാലൻസ് ശരിക്കും 1:3 ഓർ 1:4 ആയിരിക്കേണ്ടതാണ്. പിന്നെ omega-3-6 ബാലൻസ് 1:1. അപ്പൊ നമ്മൾ ഈ സൈക്കാട്രിക് പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലംസോ വരുമ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ബാലൻസ് കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ ഈ ബാലൻസ് കറക്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ബോഡിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻ്റ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ അവർക്ക് ബോഡിക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മളുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണം, ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നട്ടലിലേക്കുള്ള സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അതിനോട് ചുറ്റുമുള്ള മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്തേ നമുക്ക് പറ്റുള്ളൂ. അപ്പം നമ്മൾ നല്ല കറക്റ്റായിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ എക്സസൈസ് കിട്ടുന്ന പോലെ വേണ്ട ഒരു രോഗികളാണല്ലോ. ഇപ്പം പ്രത്യേകിച്ച് രോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറായിട്ട് ചെയ്യാൻ പറ്റില്ല, ജെന്റിലായിട്ടുള്ള എക്സസൈസ് വേണം. അപ്പം നമ്മൾ ഇപ്പം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണെന്നൊക്കെ. അതെന്താന്ന് വെച്ചാൽ അത് എക്സസൈസ് എന്നുള്ള നിലയിലാണ് ഇത് പോയി ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ്ഡ് ബോഡി ആണെങ്കിൽ ഈ മസിൽസിനെ എല്ലാം കൂടെ ഒന്നിച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും പ്രഷർ കൂടും. അപ്പം നമുക്ക് സ്ട്രോക്ക് വരാനും ഹാർട്ട് അറ്റാക്ക് വരാനും ഒക്കെ ഉള്ള സാധ്യത കൂടും. അപ്പൊ അതിന് നമ്മൾ ഓരോ പാർട്ടായിട്ട് മാത്രമേ ആക്ടിവേറ്റ് ചെയ്യാവുള്ളൂ. ഒരു വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് ഇങ്ങനെ ജമ്പിങ്ങും അങ്ങനത്തെ ഒന്നും ശരിക്കും പറഞ്ഞാൽ വ്യായാമം എന്ന് പറയുന്നില്ല. അതൊക്കെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഫിറ്റ് ആയിട്ടുള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഇങ്ങനെ സിക്കായിട്ടുള്ളവർ ഓരോ അതിൻ്റെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പൊ അതും അങ്ങനെ ചെയ്ത് നമ്മൾ ഈ എക്സസ് ഫാറ്റ് കളയുകയും ചെയ്യണം. അപ്പൊ ഈ ഫാറ്റിന്റെ ബാലൻസ് തെറ്റിയിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ഫാറ്റിന്റെ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സസ് ഫാറ്റ് ഉള്ളത് കുറയ്ക്കണം. ബോഡിയുടെ, അതായത് ബേസിക്കലി നമ്മളുടെ ബോഡിയുടെ കോമ്പോസിഷൻ, ബോഡിയുടെ ഘടന കറക്റ്റ് ചെയ്യണം. അത് മാക്രോ ലെവലിൽ, അത് നമ്മൾ കാണുമ്പോൾ ഉള്ള ഇതും കറക്റ്റാണ്. അതായത് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം, കൊടവയറുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. പിന്നെ മൈക്രോ ലെവലിൽ, അതായത് നമ്മുടെ ഒരു സെല്ലുലാർ ലെവലിൽ അതിൽ ഈ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന രീതിയിലും കറക്റ്റ് ചെയ്യണം. അപ്പൊ ഈ omega-3-6 ബാലൻസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഈ കഴിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ
എല്ലാം നമ്മുടെ ഈ രോഗങ്ങളെല്ലാം തന്നെ, ഫസ്റ്റ് നമ്മൾ രോഗങ്ങൾ പറയാം, രോഗങ്ങളെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ഇൻഫ്ലമേറ്ററി ഡിസീസ്, ഇത് ഇപ്പം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി, ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നെക്സ്റ്റ് ലെവലിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മെഡിക്കലി വരുന്ന ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം കൊടുക്കുന്ന മരുന്ന് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഓൾ മെഡിക്കേഷൻസ്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സിംറ്റമാറ്റിക് മെഡിക്കേഷൻസും തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ, നമ്മളുടെ പ്രതിരോധ ശേഷിയുടെ ഡിഫൻസ് മെക്കാനിസത്തെയാണ് നമ്മൾ പറയുന്നത് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളത് ഹീലിംഗ് ആണ്, അതായത് റിപ്പയർ. അപ്പം നമുക്കറിയാലോ, നമുക്കൊരു ഇതിലാണെങ്കിൽ നമ്മുടെ ആർമിക്കും ഒക്കെ ആണെങ്കിൽ അവർക്കൊരു അറ്റാക്ക് വിങ് ഉണ്ടാവും, ഓർ ഡിഫൻസ് വിങ് ഉണ്ടാവും. അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷൻ, ഒരു ബ്രിഡ്ജ് പോയി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നു, അപ്പൊ അവര് അത് റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യണമല്ലോ. അപ്പൊ അതുപോലെയുള്ള ആ ഒരു ഇതാണ് omega-6 നമ്മളുടെ ഈ ഡിഫൻസ് അല്ലെ അറ്റാക്ക്, അതിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. omega-3 ആണ് നമ്മുടെ റിപ്പയർ നടത്തുന്നത്. അപ്പൊ റിപ്പയർ നടത്താൻ omega-3 മാത്രം ഉണ്ടായാലും പോരാ, നമ്മളുടെ ഈ ന്യൂട്രീഷൻ എല്ലാം കൂടെ ഉണ്ടാകണം. അപ്പൊ കറക്റ്റായിട്ട് വേണ്ട ന്യൂട്രീഷൻ omega-3യും കൊടുത്ത്, എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ നടത്തി നമ്മളുടെ ബോഡിയെ ഹീൽ ചെയ്യാം, നമുക്ക് രോഗമുക്തി നേടാം. അതുപോലെ തന്നെ omega-6 ഓവർ ആവരുത്. അപ്പൊ omega-6 നമ്മൾ ഓവർ ഇൻഫ്ലമേഷൻ വന്നിട്ട്, ഇപ്പൊ നമുക്ക് കോവിഡിന്റെ കാലത്ത് എല്ലാവർക്കും കോവിഡ് ആണല്ലോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ. കോവിഡിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ അവസാനം ആന്റി ലൈഫ് സേവിങ് ആയിട്ട് കൊടുക്കുന്ന എന്താ? സ്റ്റീറോയിഡ് ആണ്. ഒരാൾക്ക് ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് മനസ്സിലായി ഹൈ ഡോസ് സ്റ്റീറോയിഡ് ഇഞ്ചെക്ട് ചെയ്യാൻ മാത്രമേ രക്ഷയുള്ളൂ എന്ന്. കാരണം അവിടെ ഇൻഫ്ലമേഷൻ കൂടുവാണ്. അതായത് വൈറസ് ഇൻഫെക്ട് ചെയ്ത സെല്ലിനെ എല്ലാം എടുത്ത് കളയാനാണ് നമ്മുടെ ബോഡി നോക്കുന്നത്. അപ്പൊ എല്ലാത്തിനെയും കൂടെ കളയാനും ആ ഇൻഫ്ലമേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ന്യൂമോണിയയിലേക്ക് പോകാം, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് വരാം. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ മരിച്ചത് നമ്മൾ ശരിക്കും ഈ കോവിഡിന്റെ കാലത്ത്. അപ്പൊ കാരണം എല്ലാവരെയും ഒന്നിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് കുറെ സെൽസിന് ഡാമേജ് ചെയ്തപ്പം അതിനെല്ലാം കൂടെ ഒന്നിച്ച് ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ സ്റ്റീറോയിഡ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ എല്ലാത്തിനെയും കൊണ്ട് നശിപ്പിക്കാനുള്ള ശ്രമം കുറച്ച് ബാലൻസ് ചെയ്യും. അപ്പൊ നമുക്ക് ബോഡിക്ക് ഹീലിങ്ങിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഈ ആന്റി ഇൻഫ്ലമേറ്ററി കൊടുത്ത് നമ്മൾ ബോഡിക്ക് സമയം മേടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ മെഡിസിൻസിനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബേസിക്കലി നമുക്ക് കുറച്ച് സമയം മേടിച്ചു കൊടുക്കാൻ മാത്രമേ നമുക്ക് ഈ മരുന്നുകൾക്കും സപ്പോർട്ട് സിസ്റ്റത്തിനും ഹോസ്പിറ്റലിനും ഡോക്ടറിനും ഒക്കെ പറ്റുള്ളൂ. ഫൈനലി ഹീലിംഗ് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ വരണം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമുക്ക് ഹീലിംഗ് തരേണ്ടത്. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹീലിംഗ് തരണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ന്യൂട്രീഷനാണ് വേണ്ടത്. അതിന് ഈ പറയുന്ന എല്ലാ ഓക്സിജനും വാട്ടറും ഈ ഓൾ 57 ന്യൂട്രിയൻസ് വേണം. ഒപ്പം തന്നെ ഈ ന്യൂട്രീഷൻ തന്നെ ഈ omega-3-6 ബാലൻസും വരണം. പിന്നെ അത്യാവശ്യം നമുക്ക് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം അത് എല്ലായിടത്തും എത്തുകയില്ല, അതിനു വേണ്ടിയിട്ടുള്ള വ്യായാമം കൂടെ. ബേസിക്കലി ഫിസിക്കായിട്ടുള്ളവർക്ക് അതനുസരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആ പറ്റുന്ന അനുസരിച്ച് അവരുടെ ഫിസിക്കൽ ഹെൽത്തിനും അനുസരിച്ച് ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മരുന്ന് ഞാൻ ഈ പറഞ്ഞാൽ ബൈ ചെയ്യാൻ സമയം. ആന്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ബാക്ടീരിയ വൈറസിനെയോ ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റും. അല്ലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആന്റിബയോട്ടിക്സ് കൊടുക്കാം. ബാക്കി പിന്നെ പെയിൻ കുറയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി പെയിനൊന്നും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വേദന കുറയ്ക്കാന്, ശ്വാസം മുട്ടൽ വരുന്നത് കുറയ്ക്കാനും ഒക്കെ നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കാം. ആ ഒരു ഷോർട്ട് ടൈം മെഡിസിൻസ് വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ ലോങ് ടൈം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചാൽ നമ്മൾ ആ രോഗിയായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ തുടരേണ്ടി വരും. നമ്മുടെ പ്രോബ്ലത്തിന് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അതിൻ്റെ ഒരു മേജർ ഘടകം നമ്മുടെ ഫുഡും വ്യായാമം. തെറ്റായ രീതിയിലുള്ള ഫുഡ്, ആവശ്യത്തിന് വ്യായാമം ഇല്ലായ്മ, അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാവുന്ന രോഗങ്ങളെ നമുക്കുള്ളൂ എന്നുള്ളതാണ്. അതാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ ആണ്. നമുക്ക് സഫറിങ്സും നമ്മളുടെ ഇന്നത്തെ ഒത്തിരി നമ്മൾ മനുഷ്യർ സഫർ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്.
ആ സഫറിങ് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോ ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാറ്റുകൾ, കൂടുതലും ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്സ്, ഈ പറയുന്ന ഗ്ലൂട്ടൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ കാണുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് കൂടിപ്പോയ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നെർവ്സിനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? നമ്മള് നേച്ചറിൽ, അതായത് നമ്മളുടെ ഈ ഭൂമിയിൽ എല്ലാത്തിനും, ഭൂമി മാത്രമല്ല, ദ ഹോൾ യൂണിവേഴ്സ്, ഇതെല്ലാം ഒരു ബാലൻസിലാണ് പോകുന്നത്. അപ്പൊ നമ്മളുടെ ബോഡിക്കും അതിൻ്റെതായ ഒരു ബാലൻസിങ് സിസ്റ്റം ഉണ്ട്. അതുണ്ടാക്കേണ്ട രീതി ഇപ്പൊ നമുക്കറിയാമല്ലോ. നമ്മൾ പെട്രോൾ വണ്ടിക്കകത്ത് ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വണ്ടി കേടാവുമല്ലോ. അതുപോലെ നമുക്ക് ഇലക്ട്രിക് വണ്ടിക്കകത്ത് നമുക്ക് പെട്രോൾ ഒഴിച്ച് ഓടിക്കാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിലര് പറയും അവർക്കൊക്കെ കഴിക്കാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്കത് പറ്റുന്നില്ല എന്നുള്ളത്. ഇപ്പൊ നമ്മൾ വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ ഒരാൾക്കായിരിക്കും ഒരു അസുഖം വന്നിരിക്കുന്നത്, മറ്റേയാൾക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഒരാൾക്ക് ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാലിനോട് അലർജി ഉണ്ടാവാം, അല്ലെ പാല് കഴിക്കാൻ പറ്റില്ല, അല്ലെ മുട്ട കഴിക്കാൻ പറ്റില്ല. പക്ഷെ മറ്റേ ആൾക്ക് അത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതാണ് നമ്മളുടെ ഫൈൻ ജെനറ്റിക്സിലേക്ക് വരുമ്പോൾ. അപ്പം അതാണ് നമ്മൾ കുടുംബ പാരമ്പര്യ രോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ജീനിൽ അത് പറ്റത്തില്ലായിരിക്കും, നമ്മളുടെ ബോഡിക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇതെല്ലാം നമ്മളുടെ ആ എഗ്ഗും സ്പേമിനും കൂടിയ ജെനറ്റിക്സിലാണ് ഇതെല്ലാം ഡിസൈൻ. നമ്മുടെ ഓപ്പറേഷൻ മാനുവൽ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിൽ ചില പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. എന്ത് രോഗം ഉണ്ടെങ്കിലും, ഫാമിലിയിലായിട്ട് എന്ത് രോഗം ഉണ്ടെങ്കിലും, നമ്മളുടെ ജെനറ്റിക്സ് അനുസരിച്ച് മനസ്സിലാക്കി അത് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സൈക്കാട്രിക് രോഗമുള്ള, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉള്ള, പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള, അല്ലെങ്കിൽ ഫാമിലിയിൽ സ്കിസോഫ്രീനിയ ഉള്ള, അല്ലെങ്കിൽ ആൽഷിമേഴ്സ് ഡിസീസ് ഉള്ള ഒരാള്, അവർക്ക് ന്യൂറോളജിക്കൽ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ന്യൂറോളജിക്കൽ ഡാമേജ് വരുത്താവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളും ഒക്കെയാണ്. അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അൽഷീമേഴ്സ് വന്നിട്ട്, അല്ലെ പാർക്കിൻസൺസ് ഡിസീസ് വന്നിട്ട് കുറച്ച് മരുന്നെടുത്ത് കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം പാർക്കിൻസൺസ് ഡിസീസിന് എന്താ, നമുക്ക് 1-2 അതൊക്കെ എന്താ ഡോപ്പമിൻ അഗണിസ്റ്റ് ഒക്കെ പോലെയുള്ള, അതായത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയോ. ഈ സൈക്കാട്രിക് മെഡിസിൻ ആണെങ്കിലും പാർക്കിൻസൺസ് ഡിസീസിനുള്ള മരുന്നാണെങ്കിലും ഇതെല്ലാം നമ്മളുടെ നെർവിന് ഒന്നെങ്കിൽ അവിടുത്തെ ന്യൂറോളജിക്കൽ ഈ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും, ഒരു ഈ അവിടെ അതിനകത്ത് മെസ്സഞ്ചേഴ്സ് പോലെ വർക്ക് ചെയ്യുന്ന കുറച്ച് കെമിക്കലുകളാണ്. ഒന്നെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഈ രീതിയിൽ ഒരു ലെവലിലല്ല വേറൊരു ലെവലിൽ ചെയ്യാനുള്ള മരുന്നുകൾ മാത്രമേ നമുക്കുള്ളൂ. അവിടെ വെച്ച് നമ്മളത് കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ അതിലേക്ക് വരാവുന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് 100% പ്രിവെന്റ് ചെയ്യാം, 100% ട്രീറ്റും ചെയ്യാം. അപ്പൊ 30 വർഷം ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആളാണേലും ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ, അവരുടെ പാൻക്രിയാസ് അത്യാവശ്യം ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടോ, ഫുഡും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ, ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ ബില്ലിങ് ആണെങ്കിൽ 100% ക്യൂറബിൾ ആണ്, 100% റിവേഴ്സിബിൾ ആണ്. പക്ഷെ ക്യൂറബിൾ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം കഴിഞ്ഞു, എല്ലാം ശരിയായി, അത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്നല്ല, അവനവന്റെ ബോഡിക്ക് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ 3 മാസം നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്ത് ഞാനെല്ലാം ശരിയായി, അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെയും ഇഷ്ടം പോലെ ജീവിച്ചു. ഇപ്പൊ ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ ഇപ്പോഴാണേലും ഞാൻ ചോറൊക്കെ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഷുഗർ കൂടും കേട്ടോ എന്ന്. അത് നമ്മൾ എക്സ്പെക്റ്റഡ്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്ന ക്യൂർ എന്നുള്ളതിനേക്കാളും ഇപ്പൊ നമ്മളൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു, ഒരു ന്യൂമോണിയ വന്നു, അത് ക്യൂർ ചെയ്തു. ആ ബാക്ടീരിയയും ന്യൂമോണിയം എല്ലാം പോയിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറും. നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യൂർ ചെയ്യുക, ക്യൂറബിൾ ആയിട്ട് അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ കറക്ഷനും കൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം.
അല്ലെങ്കിൽ എങ്ങനെ ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നുള്ളതുപോലെ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈസി ആകും. ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണെങ്കിലും നമ്മളൊരു 3 months ആണ് അതിന് ടൈം കൊടുക്കുന്നത്. പിന്നെ ഒരു 3 months അത് മെയിൻറ്റെയിൻ ചെയ്യാനും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതൊരു മനസ്സിലാക്കി തരികയും അതൊരു സപ്പോർട്ട് തന്ന് മനസ്സിലാക്കി തരികയാണ്. അത് കഴിഞ്ഞിട്ട് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് തിരിച്ചു വരാം. സോ ഇറ്റ്സ് നോട്ട് എ പെർമനന്റ് ക്യൂർ. നമ്മൾ നോക്കുന്നത്രയും കാലത്ത് നമുക്കത് കിട്ടും. തെറ്റിപ്പോവും. ജീവിതശൈലിയല്ലേ, എത്രയാണെങ്കിലും നമ്മൾ കുറേയൊക്കെ തെറ്റിക്കും. അവിടെയും ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ എടുത്തത് ഇതിനെ കഴിച്ചു. കുറെ നമ്മുടെ ബോഡിക്ക് ഒത്തിരി ടോളറേറ്റ് ചെയ്യാനുള്ള, ഇപ്പം ക്രിസ്മസ് വന്നു, ന്യൂ ഇയർ വന്നു, അപ്പം കുറെയൊക്കെ എന്തായാലും തെറ്റിക്കും. പലരും 3-4 കിലോ ഒക്കെ കൂടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു പിടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ മക്കളുടെ കല്യാണം വന്നു, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒന്ന് ടൂറ് പോയി, അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് അമേരിക്കയിൽ ഓസ്ട്രേലിയയിൽ പോയി, തിരിച്ചു വരുമ്പോഴേക്കും ഒരു 3-4 കിലോ ഒക്കെ കൂട്ടി വരും. അപ്പോൾ വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, സാർ ഞാൻ ഇച്ചിരി ഉഴപ്പി, ഇനി അത് തിരിച്ചു പിടിക്കണം. അപ്പൊ അത് സെൽഫ് തന്നെ ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിൽ വീണ്ടും കുറച്ച് സപ്പോർട്ടും കൂടെ എടുത്ത് വീണ്ടും അത് കറക്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് നമ്മളുടെ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു മരുന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മരുന്നില്ലാതെ ജീവിക്കണം. മരുന്നില്ലാതെ ജീവിച്ചാൽ മാത്രമേ, മരുന്ന് കഴിക്കുന്നതോടെ നമ്മൾ രോഗിയാകുകയാണ്. മരുന്ന് കഴിച്ചില്ലെങ്കിലും നമ്മൾ രോഗിയല്ല. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ കാണാറുണ്ട്, 1 year നമ്മൾ യൂഷ്വലി ക്ലിനിക്കലി സപ്പോർട്ട് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 3 മാസം എവറി മന്ത് വരും. അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിഞ്ഞിട്ടാണ്. അതിനിടയിൽ എന്തെങ്കിലും ഓവർ ദ ഫോണൊക്കെ ആവശ്യങ്ങളുണ്ടല്ലോ, അപ്പൊ 6 months ആകുമ്പോഴേക്കും ഏകദേശം എല്ലാം സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ 1 year ആകുമ്പോഴാണ്. 1 year ആകുമ്പം മിക്കവാറും പേര് പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഡയബറ്റീസിനൊക്കെ 3-4 മരുന്ന് ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരുന്നവര് HbA1c ഒക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നാണെങ്കിൽ അവര് 5.1 ആണുള്ളത്. അവര് ഡയബറ്റീസിനും ഇൻസുലിനും വർഷങ്ങളായിട്ട്, എത്ര വർഷമായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, ഒക്കെ ഡയബറ്റീസ് ആയപ്പോഴും ഞാൻ കുറെ മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നാണ്. 1 year കഴിഞ്ഞിട്ടുള്ള റിവ്യൂവിന് വന്നപ്പം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. ഡയബറ്റീസിന്റെയും ഹൈപ്പർടെൻഷന്റെയും എല്ലാത്തിന്റെയും കാര്യത്തില്. അത് ആക്ച്വലി അവരൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, രണ്ടുപേരുടെയും. ഇപ്പം മറ്റേ ആളുടെ ആണെങ്കിൽ ന്യൂറോളജിക്കൽ പെയിനും ഭയങ്കര പ്രോബ്ലംസ്. ഹസ്ബൻഡാണെങ്കിൽ കുറെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസും കയ്യിലേക്കുള്ള പെയിനും കാലൊക്കെ ഡാർക്കായിട്ടും ഒക്കെ ഇരുന്നു. ആ കാലൊക്കെ ഡാർക്കായിട്ടിരുന്ന എല്ലാം ഇത് ചെയ്തു, ഒരു പ്രോബ്ലംസും ഇല്ല. അപ്പം ഇനിയിപ്പം ബ്ലഡ് വീണ്ടും ഒരു ഡീറ്റെയിൽ ബ്ലഡ് ചെക്കപ്പ് നോക്കി അതിലെന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ 1 or 2 months സപ്പോർട്ടും എടുത്തത് വീണ്ടും. ഹസ്ബൻഡ് ഒരു 3-4 kg എന്തോ കൂട്ടിയിട്ടുണ്ട്. അത് അവരും ഇതാണ്. അപ്പൊ നമ്മുടെ ടൂറ്, മക്കളുടെ അടുത്ത് എല്ലാവരും, നമ്മുടെ മലയാളികളുടെ ഒക്കെ മക്കൾ മിക്കവാറും അമേരിക്കയിലും എല്ലാവരും തന്നെ NRIs ഒക്കെ മറ്റു രാജ്യങ്ങളിലായിരിക്കും. അപ്പൊ അവിടെ ഒരു 6 മാസമൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴേക്കും കുറച്ചൊക്കെ, പക്ഷെ എന്നാലും മരുന്നില്ലാതെ പോകാം. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോകുമ്പം നമ്മൾ ഈ മരുന്നും പിടിച്ച്, മരുന്നാണ് ഇല്ലെങ്കിൽ എങ്ങനെയെന്നുള്ളത് പിടിച്ച് നമ്മൾ പോകണ്ടാണല്ലോ. ഇൻസുലിനും എല്ലാം പല പേഷ്യൻസും തന്നെ പറയാറുണ്ട്, ഓ ഡോക്ടർ ഇപ്പം അല്ലെങ്കിൽ ആദ്യം എടുത്ത് പാക്ക് ചെയ്യുന്നത് ഇൻസുലിനും ഇതുമൊക്കെയാണ് പാക്ക് ചെയ്യുന്നത്, എവിടെയെങ്കിലും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ആ ഫ്രീഡം ആണ് ഏറ്റവും വലുതായിട്ട് വരുന്നത് നമുക്ക്. അപ്പൊ നമുക്ക് മരുന്നിൽ നിന്ന് മോചനം നേടിയാൽ തന്നെ നമ്മൾ വലിയ ഇതാണ്. അപ്പം അപ്പോഴേ നമ്മൾ രോഗത്തിൽ നിന്ന് മോചനം, നമ്മൾ രോഗിയല്ലെന്നാകുന്നുള്ളൂ. മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്താലും നമ്മൾ രോഗിയാന്ന് ഓർക്കണം. അപ്പൊ ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഹാർട്ട് ഡിസീസും എല്ലാം നമുക്ക് മരുന്നില്ലാതെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ ബൈപ്പാസ് വേണമെന്ന് പറയുന്നവർ, ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ എത്രയാണ് ചെയ്യുന്നത് എന്നുള്ളതാ. ഒരു ലേഡി ആണെങ്കിൽ ഷിയേഴ്സ് 22 ആൻജിയോപ്ലാസ്റ്റി 2 stent ഇട്ടു. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പം വീണ്ടും നെഞ്ചുവേദന വന്നു, ബൈപ്പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെന്റ് ഇടാൻ പറ്റില്ല. ഇതെല്ലാം ഇതിന്റെ നിയറാണ് നടക്കുന്നത്. വീണ്ടും ഒരു മറ്റേ സ്റ്റെന്റ് ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ബലൂൺ ഡയലറ്റേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 2nd ബൈപ്പാസ് പറഞ്ഞിരിക്കുക എന്ന് പറയുന്നു. അപ്പോഴാണ് അവരിവിടെ വരുന്നത്. ആക്ച്വലി എത്ര പ്രാവശ്യമാണ് ഒരാൾക്ക് ബൈപ്പാസ് ഒക്കെ ചെയ്യാൻ പറ്റുക? അതും വെരി യങ്, അറൗണ്ട് 45-50 years ഉള്ളൂ. സോ
നമുക്കിതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡയറ്റും എക്സസൈസും നോക്കാൻ പറ്റുകയാണെങ്കിൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് മരുന്ന് വെച്ചല്ല, നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം വെച്ചാണ്. ആ ഭക്ഷണം കറക്റ്റ് ചെയ്യാന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഫുഡ് കൺട്രോൾ ചെയ്യാനൊന്നും നമുക്കൊരു മടി ഉണ്ടാവില്ല. ആ തിരിച്ചറിവ് ഇല്ലാത്തത്രയും കാലം നമുക്ക് ഈ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് അതൊക്കെ എന്തോ ഓൾഡ് ഫാഷൻഡ് കാര്യം. പണ്ട് ആയുർവേദത്തിലൊക്കെ പഥ്യം പറയല്ലേ, അതുപോലെയാണ്. ദറ്റ്സ് ഓൾ ഓൾഡ് ഫാഷനാണ്. ആ ആ ഒരു തെറ്റായ ധാരണയാണ് നമ്മൾ മാറ്റേണ്ടത്. ആ ധാരണ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസിയാകും കാര്യങ്ങൾ. നമ്മളുടെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.